യദ്ദർശനം നിഖിലദുഃഖഹരം പവിത്രം യത്പാദപങ്കജരജാംസ്യഗനാശകാനി ധാത്രീ പുമർത്തനിജയസ്യ ജയത്കൃപാ ശ്രീനാരായണം മുനിവരം തമഹം നമാമി. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പൂജ്യരായ സന്യാസി വര്യന്മാരുടെ പാദങ്ങളിൽ പ്രണാമം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സജ്ജനങ്ങളെ, രണ്ട് വർഷമായിട്ട് എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. നമുക്കധികം ആമുഖമില്ലാതെ തന്നെ വിഷയപ്രവേശം ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങളുടെ അടുക്കൽ ഒരാമുഖം ആവശ്യമില്ല. അനേകം പണ്ഡിതന്മാരാൽ സമുദ്ധരാക്കപ്പെട്ട, പ്രബുദ്ധരാക്കപ്പെട്ട ഒരു സമൂഹമാണ് പൊതുവെ ഇവിടെ ശ്രോതാക്കളായി എത്തിച്ചേരുന്നത്. ഭാഗവതമാണ് നമ്മുടെ എല്ലാ വർഷത്തെയും കേന്ദ്രമായ വിഷയം. ഇവിടെ ഏകാദശ സ്കന്ധത്തിലെ 28-ാം അധ്യായമാണ്. 27-ാം അധ്യായത്തിൻ്റെ ഒരു തുടർച്ച പോലെയാണ് 28-ാം അധ്യായം വരുന്നത്. പ്രധാനമായും അതിന് പരമാർത്ഥ നിരൂപണം എന്ന പേരിലാണത് അറിയപ്പെടുന്നത്. പരമാർത്ഥത്തെ നിരൂപണം ചെയ്യുക, അത് ഭാഗവതത്തിന് മാത്രം പ്രയോഗിക്കാവുന്ന ഭാഷയാണ്. നമുക്കത് സാധ്യമല്ല. നമുക്ക് പരമാർത്ഥത്തെയൊന്നും അത്ര വേഗം നിരൂപണം ചെയ്യാൻ സാധിക്കുകയില്ല. പൊതുവെ നമ്മുടെ ജീവിതത്തിൽ തത്വവിചാരത്തിനും തത്വദൃഷ്ടിക്കും ലോപം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്ര, ആശ്രമ, ആധ്യാത്മിക മണ്ഡലങ്ങളിലൊക്കെ തന്നെ നിരർത്ഥകരമായ ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളൊക്കെ അത്തരം വിശ്വാസങ്ങളെ താലോലിക്കുന്നവരുമാണ്. എന്നാൽ അമൂല്യമായ, അനശ്വരമായ നമ്മുടെ സംസ്കൃതിയുടെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിവേരുകൾ മുറിച്ചു കളയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിലാകമാനം നടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലും അത് വളരെ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ സംസ്കാരത്തെ തകർക്കുക. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആധ്യാത്മികത, അദ്വൈതം, അദ്വൈത വേദാന്തം എന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയായി സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും, എല്ലാ മേഖലകളെയും സമ്പുഷ്ടമാക്കാൻ കഴിയുന്ന ഒരു ഹൃദയത്തെ, മനസ്സിനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടിയായിരുന്നു ഭാരതത്തിലെ ഋഷിമാർ പ്രയത്നിച്ചിട്ടുള്ളത്. ലോകത്ത്, ഇന്ത്യയിൽ മാത്രമാണ്, ഭാരതത്തിൽ മാത്രമാണ് ആധ്യാത്മവിദ്യയെ, ആധ്യാത്മികതയെ, വേദാന്തത്തെ രാഷ്ട്രനിർമ്മാണത്തിന് വേണ്ടി, സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന്റെ ആധാരശിലയായി പരിവർത്തനപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു രാജ്യമെന്ന് പറയുന്നത് ഭാരതം മാത്രമാണ്. ആധ്യാത്മികതയെ രാഷ്ട്രനിർമ്മാണത്തിന് വേണ്ടിയും സമൂഹ നിർമ്മിതിക്ക് വേണ്ടിയും പരിവർത്തനപ്പെടുത്തിയത്. മറ്റു പല സ്ഥലങ്ങളിലും ആധ്യാത്മികത, മറ്റു പല മതങ്ങളിലും ആധ്യാത്മികത എന്നത് ചില ആചാരങ്ങളുടെ മാത്രം ഒരു
അനുഷ്ഠാനങ്ങളുടെ മാത്രം ഒരു സംഹിതയായ ഒരു ക്രോഡീകരണമായി നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് അത്രത്തോളം പ്രാധാന്യം പ്രത്യേകിച്ച് ഈ അധ്യായത്തിനുണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇവിടെ ജ്ഞാനത്തെക്കുറിച്ചും ജ്ഞാനിയെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ചർച്ചയാണ് ഇവിടെ വരുന്നത്. ഉദ്ധവനോട് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഭഗവത്ഗീതയിലുമൊക്കെ ഭക്തിക്ക് ശാസ്ത്രീയമായ അടിത്തറയെക്കുറിച്ച് ഭഗവത്ഗീതയിലേക്ക് വിശദീകരിക്കുന്നത് ശ്രദ്ധ എന്നതിനെക്കുറിച്ചാണ്. ശ്രദ്ധയില്ലാതെയുള്ള ഒരു ഭക്തി ഒരിക്കലും ഹൃദയത്തെ തുറന്നു തരികയില്ല എന്നുള്ളതാണ്. എങ്കിൽ തന്നെയും പലതരത്തിലുള്ള അത്ഭുതങ്ങളുടെ അനുഭവമാണ് ഭക്തിക്ക് മാനദണ്ഡമായി സാധാരണ ജനങ്ങൾ സ്വീകരിച്ചു വരുന്നത്. മറിച്ച് അത്ഭുതങ്ങളല്ല, വെളിവാണ്, തെളിവാണ്, തെളിച്ചമാണ് ഹൃദയത്തിന് സംഭവിക്കേണ്ടത്. അത് പെരുമാറ്റത്തിലൂടെ, പ്രവൃത്തികളിലൂടെ, സ്വഭാവത്തിലൂടെ, സംഭാഷണത്തിലൂടെയൊക്കെ ആ ഭക്തിയുടെ തെളിച്ചം നമുക്ക് തന്നെ ഹൃദ്യമായി അനുഭവിക്കുന്ന രീതിയിലേക്ക് നാം ഉയരേണ്ടതുണ്ടെങ്കിലും അത് സംഭവിച്ചു കാണുന്നില്ല. കാരണം ഇതിന്റെ എസൻസ് എന്ന് പറയുന്ന അറിവിന്റെ അവസാനം നിലനിൽക്കുന്ന ജ്ഞാനത്തെക്കുറിച്ച്, പരമമായ അറിവിനെക്കുറിച്ച് ഉള്ള ഒരു അവബോധം നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്. മുൻ അധ്യായത്തിൽ തുടർന്നു വരുന്ന സംഭാഷണങ്ങളുടെ ഭാഗമായി തന്നെ ഭഗവാൻ ഇവിടെ ആരംഭത്തിൽ പറയുകയാണ്, പരസ്വഭാവകർമാണി ന പ്രശംസേന ഗർഹയേത് വിശ്വമേകാത്മകം പശ്യൻ പ്രകൃത്യ പുരുഷേണ ച. അന്യരുടെ സ്വഭാവങ്ങളെയും കർമ്മങ്ങളെയും പ്രശംസിക്കരുത്, അതുപോലെ തന്നെ നിന്ദിക്കുകയും ചെയ്യരുത്. പ്രകൃതി പുരുഷ സംയോഗമായ ഈ ലോകത്തെ ഒന്നായി കാണുന്നവനായിരിക്കണം ജ്ഞാനി. അപ്പൊ ഗൃഹസ്ഥൻ അങ്ങനെ കാണണ്ടേ എന്ന് ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെ ജ്ഞാനി മാത്രം കണ്ടാൽ മതിയോ എന്ന്. അങ്ങനെ കാണുന്നവനായിരിക്കണം ജ്ഞാനി എന്ന് ഭഗവാന് പറയാൻ അധികാരമുള്ളത് കൊണ്ടാണ് അങ്ങനെ കാണുന്നവനായിരിക്കണം എന്ന് പറഞ്ഞത്. അത് ജ്ഞാനിയുടെ സ്വഭാവമായിരിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ളൊരു നിർദ്ദേശം ജ്ഞാനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരെയും സമദൃഷ്ടിയോട് കാണുന്നവനാണ് ജ്ഞാനി. ജ്ഞാനത്തിന്റെ തന്നെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്, ജ്ഞാനിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ഒരു കണ്ണ് തുറക്കലാണ്. സമദൃഷ്ടി എന്ന് പറയുന്ന അകക്കണ്ണ് തുറക്കലാണ് ജ്ഞാനത്തിന്റെ ആരംഭവും അവസാനവും. അതുകൊണ്ട് തന്നെ നിന്ദയോ സ്തുതിയോ ഒന്നും ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ആവശ്യമില്ലാത്തത് എന്ന് പറയുകയാണ്. ഈ നിന്ദയോടെയും സ്തുതിയോടും ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ട ലൗകിക ജീവിതത്തിലെ, ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ, ലോക ജീവിതത്തിലെ അനേകം കാര്യങ്ങളുണ്ട്. അനാവശ്യമായ ഉത്തരവാദിത്വ ബോധം, അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, ഇതൊക്കെ ഇതോടൊപ്പം ചേർത്ത് ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ പ്രകൃതി പുരുഷ സംയോഗത്താലുള്ള ഈ ലോകത്ത് ഇങ്ങനെ ഉണ്ടായി നിലനിന്ന് മറയുന്നതെല്ലാം തന്നെ നശ്വരമാകുന്നത് കൊണ്ട് നശ്വരതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നശിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള വിഷയങ്ങളിൽ നമ്മുടെ ബുദ്ധിയെ നിലനിർത്തുന്നത് സാമാന്യമായ ഒരു ചിന്തയിൽ തന്നെ നിരർത്ഥകമാകയാൽ അതിന്റെ ആവശ്യമില്ല എന്ന് ഭഗവാനിവിടെ സൂചിപ്പിക്കുകയാണ്. അത് ജ്ഞാനിക്ക് മാത്രം ബാധകമായൊരു കാര്യമല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. ചുരുക്കത്തിൽ ഇത് ജ്ഞാന അന്വേഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ ധർമ്മനിഷ്ഠമാക്കി തീർക്കുന്നതിന് വേണ്ടി സാധകരായിട്ടുള്ള എല്ലാ ജനങ്ങളുടെയും ഒരു കണ്ണ്, എല്ലാ ജനങ്ങൾക്കും ഈ ഒരു കാഴ്ച ഉണ്ടായിരിക്കണം. ഈ കാഴ്ചയോടുകൂടി വേണം ജീവിതയാത്ര ചെയ്യണമെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇത് ഈ ലോകം മിഥ്യയാണ്. ഇവിടെ മിഥ്യയായ ലോകത്തെ അർത്ഥമില്ലാത്ത വിഷയങ്ങളിൽ മനസ്സിൽ ചെലുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിച്ചു പോകാറുണ്ട്. നമുക്ക് മാത്രമാണ് അത്തരം ഒരു ചിന്ത ഉള്ളതും. ഈ വേദാന്ത ശാസ്ത്രത്തെ ബൗദ്ധികമായി
ബുദ്ധിയെ സൂക്ഷ്മമാക്കി ഹൃദയത്തെ ബലപ്പെടുത്തി സമീപിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത നമുക്ക് മാത്രമാണുള്ളത്. ഇവിടെ ഓരോ സാധകനും, ഓരോ ഗൃഹസ്ഥനും, ഓരോ മനുഷ്യനും അവനവന് ബോധ്യമാകേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച് ഉപനിഷത്തുകളും ഭാഗവതവും നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് അവനവൻ ബോധ്യപ്പെടുക തന്നെ വേണമെന്നാണ്. എന്നാൽ മറ്റു മതങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കേവലം വിശ്വാസം മാത്രമാണ്. സ്വർഗത്തിൽ ഒരു വലിയ മുത്തുണ്ട്, ആ മുത്തിനകത്ത് ഒരു ദ്വാരമുണ്ട്, ആ ദ്വാരത്തിനകത്തേക്ക് കയറണമെങ്കിൽ 2 കല്യാണം കഴിച്ചാലേ കയറാൻ പറ്റുകയുള്ളൂ എന്ന് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ 2 കെട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒരുപക്ഷെ നിങ്ങൾ സ്ത്രീജനങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് എന്തോ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം ഈ 2 കെട്ടുന്നത് എന്ന് പറയുന്ന പ്രവക്താക്കള് ഇതിലല്ല, നമ്മുടെ ഹിന്ദുമതത്തിലല്ല അങ്ങനെയുള്ളത്. അപ്പം അത്തരം കാര്യങ്ങളെ കണ്ണുമടച്ചങ്ങ് വിഴുങ്ങുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ചർച്ചയിലൂടെ അല്ല നമ്മുടെ ഈ ഇതിഹാസ പുരാണങ്ങളും നമ്മുടെ വേദങ്ങളും കടന്നു പോകുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അതിവിടെ ഉദ്ധരിച്ചത്. ഇവിടെ അവനവന് ബോധ്യമാകേണ്ടത് ആവശ്യമാണ് എന്ന് പറയുകയാണ്. ഓരോ സാധകനും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വേണം മുന്നോട്ട് പോകണമെന്ന് പറയുകയാണ്. എല്ലാവരുടെയും ഉള്ളിലുള്ള ആത്മാവ് എന്ന് പറയുന്ന പരമ്പൊരുൾ ഒന്നായതുകൊണ്ട് മറ്റുള്ളവരെ സ്തുതിക്കുകയോ നിന്ദിക്കേണ്ട ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമസ്കാരമൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ ചോദിക്കാം. നമ്മളൊക്കെ കാണുമ്പോൾ ഈ പട്ടാളക്കാരൊക്കെ സല്യൂട്ട് ചെയ്യുന്നതും പോലീസുകാരൊക്കെ സല്യൂട്ട് ചെയ്യുന്നത് പോലെ 2 കൈയും ചുരുട്ടി പിടിച്ചും തല കുനിച്ചാൽ മതിയോ? അതിന്റെ ആവശ്യമില്ല. ഉണങ്ങിയ മരക്കമ്പ് പോലെ ഇങ്ങനെ നിന്നാ മതിയോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു പോകാം. പക്ഷെ അത് സ്വാഭാവികമായിട്ടും വിനയം വന്നു പോകുന്നത് ആത്മാവിനെ അറിയും തോറും, ഈ പരമ്പൊരുളിനെ അറിയും തോറും അറിയാതെ വിനയം നമ്മുടെ പെരുമാറ്റങ്ങൾ വന്നു പോവുകയാണ്. അല്ലാതെ അത് സ്വാഭാവികമായി ഉണ്ടാക്കിയെടുക്കുകയല്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തീർത്ത് പറയുന്നത് ഈ സ്വാഭാവികതയ്ക്ക് അപ്പുറത്താണ്. സ്വാഭാവികതയിൽ എന്തും സംഭവിക്കാം. ആ സ്വാഭാവികത എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ ലക്ഷണമാണെന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ഒരു സ്വാഭാവികത കൃത്രിമമായിട്ട് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. അതാണ് എല്ലാവരുടെയും ആത്മാവ് ഒന്നായതുകൊണ്ട് പ്രത്യേകിച്ച് അത്തരം ഒരു അനുകരണത്തിന്റെയോ ഒരു കാണിച്ചു കൂട്ടലിന്റെയോ ആവശ്യമില്ല എന്ന് പറയും. നന്മയും തിന്മയും നിന്ദയും സ്തുതിയും ഈ ദ്വന്ദ്ങ്ങളെല്ലാം തന്നെ മായയാണ് എന്ന് ഇവിടെ ഭഗവാൻ ആരംഭത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ്. തത്വവിചാരത്തിന്റെ രീതി അതാണ്. തത്വവിചാരം ചെയ്യുന്നവൻ ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 28-ാം ശ്ലോകത്തിൽ പറയുന്ന പോലെ തത്വവിത്ത് മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഗം ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാന സജ്ജത. എന്തുകൊണ്ടാണെന്ന് പറയുകയാണ്. ഗുണാഗുണേഷു വർത്തന്ത, ഗുണങ്ങൾ അതിന്റെ വിഷയങ്ങളുമായിട്ട് ഇടപെടുന്നു എന്നുള്ളതല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് സാധാരണ ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ വലിയൊരു തത്വത്തെ കേൾക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിഷയം. ഗുണകർമ്മങ്ങളെ വേർതിരിച്ചറിഞ്ഞിട്ട് വിഷയ ഇന്ദ്രിയ സംബന്ധം കൊണ്ടുണ്ടാകുന്ന കർമ്മങ്ങളിൽ ലോകം വിഷയ ഇന്ദ്രിയ നിർമ്മിതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തത്വജ്ഞാനിയായിട്ടുള്ളവൻ ഒന്നിലും ആസക്തനാകുന്നില്ല എന്നാണ്. അതുകൊണ്ട് കാലത്ത് കാപ്പി ഉണ്ടാക്കി തരാതിരിക്കുന്ന ഭാര്യയോട് കയർക്കരുതെന്നോ ദേഷ്യം കാണിക്കരുതോ എന്നുള്ളതോ അല്ല അർത്ഥം. നാളെ മുതല് തത്വവിചാര ഭാഗം 28-ാം അധ്യായം പഠിച്ചതുകൊണ്ട് കാപ്പി ഉണ്ടാക്കി തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു മനോഭാവം സ്വീകരിക്കരുതെന്നല്ല. അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാരും അതുപോലെ തന്നെ ജീവിതത്തിലെ ഇടപഴകുന്ന എല്ലാ മണ്ഡലങ്ങളിലും അതാതിൻ്റെതായ ധർമ്മ നിയമങ്ങൾ സ്വീകരിക്കുക തന്നെ വേണം. മറിച്ച് തത്വജ്ഞാനിയായ തത്വവിചാരം ചെയ്യുന്നവൻ അറിയേണ്ടത് ഇതിന്റെ നിരർത്ഥകതയെക്കുറിച്ച്. ഈ നിരർത്ഥകതയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ പറയുന്നത് ഗുണാഗുണേഷു വർത്തന്ത. ഈ ഇന്ദ്രിയങ്ങൾ അതിന്റെ വിഷയങ്ങളിൽ ആ വിഷയ സംബന്ധം മൂലം ഉണ്ടാകുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതല്ലാതെ മറിച്ച് ഉള്ളിൽ എന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഇതൊന്നുമില്ല എന്നുള്ള വിചാരത്തോടും തെളിച്ചത്തോടും കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉറപ്പിച്ചു പറയുകയാണ്.
അതല്ലാതെ ജീവിതത്തെ നിസ്സാരമായി തള്ളിക്കളയണമെന്നോ നിസ്സാരമായി കാണണമെന്നോ പറയുകയല്ല. ഇതിന്റെ നിരർത്ഥകതയെ, ഈ ഗുണങ്ങള് അതിന്റെ ഇന്ദ്രിയങ്ങൾ അതിന്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് ഇവിടെ തന്റേതാക്കി വെക്കുന്നതും തന്റേതല്ലാതാക്കി അകറ്റുന്നതുമൊക്കെ കേവലം സാഹചര്യം നിമിത്തമുണ്ടാകുന്ന ഒരു രാഗദ്വേഷങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു തീരുമാനം മാത്രമായിരിക്കും, അത് ശാശ്വതമല്ല എന്ന് പറയുകയാണ്. അപ്പൊ ഈ നശ്വരമായ ഈ പ്രപഞ്ചത്തിൽ ആരെയാണ് എന്തിനെയാണ് സ്തുതിക്കുക നിന്ദിക്കുക? രണ്ടും അപ്രസക്തമാണ്, രണ്ടും ഗൗരവമുള്ള കാര്യമല്ല. കാരണം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നശ്വരമാണ്. അപ്പൊ നശ്വരമായ ഈ പ്രപഞ്ചത്തിൽ നിസ്സംഗനായി നിർഗുണനായി, ചിലരോടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, നീ നിർഗുണ പരബ്രഹ്മത്തെ പോലെയാണോ ഇരിക്കുന്നതെന്ന്. അപ്പൊ നിർഗുണ പരബ്രഹ്മത്തെ പോലെ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ഗുണവും ഒരു പ്രവൃത്തിയും ഒരു കാര്യക്ഷമതയും ഇല്ലാതെ ജീവിക്കുന്നതിന് ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്. അത് ഏതോ വിഡ്ഢികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിർഗുണ പരബ്രഹ്മം എന്ന് പറയുന്നത് ഒരു ഗുണവും ഇല്ലാത്ത ഒന്നല്ല, എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അതുകൊണ്ട് ഊർജത്തിന്റെ ആരംഭമാണ്, ശക്തിയുടെ ഉറവിടമാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ പരബ്രഹ്മത്തിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഒരു ചെറിയ പൊട്ടക്കുളത്തിലകത്തേക്ക് ഒരാന ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആന ആ കുളം കലക്കി മറിക്കും. അതുകൊണ്ട് ആ കുളത്തിന്റെ അടിത്തട്ടിലുള്ള ചെളിയെല്ലാം കലങ്ങി ആ ശുദ്ധമായ ജലത്തെ കലക്ക വെള്ളമാക്കി മാറ്റുക തന്നെ ചെയ്യും. ഒരു കുളത്തിനകത്ത് കുളത്തിനുള്ളിലേക്ക് ഒരു ആന ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ്. പക്ഷെ അതേപോലെ 1000 ആന ഇറങ്ങിപ്പോയാലും സമുദ്രത്തിലെ വെള്ളം കലങ്ങി മറിയുകയില്ല എന്നുള്ളതാണ്. ആ ആന മുഴുവൻ സമുദ്രത്തെ വിഴുങ്ങാൻ പറ്റുന്ന അത്രയും വിസ്താരമേറിയതാണ് സമുദ്രം എന്നതുപോലെ അത്രയും സമുദ്ര സമാനമായ ആത്മഭാവത്തിൽ ഈ ചെറിയ ഇല്ലാത്തതായിട്ടുള്ള ജീവന്റെ കോലാഹലങ്ങൾ കൊണ്ട് നമ്മുടെ ശരിയായ ആത്മാവിന് യാതൊരു ഭാവഭേദവും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് ജീവിതത്തെ സ്വീകരിക്കണം, ജീവിതത്തെ നേരിടണം എന്ന് പറയുകയാണ്. ആരെങ്കിലും ഇതിൽ ഈ നശ്വരമായ പ്രപഞ്ചത്തിൽ അതിനെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ തിരസ്കരിക്കുകയും ഒക്കെ യഥാർത്ഥത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവന് അസത്ത് സത്യമെന്ന് തോന്നുന്നത് കൊണ്ടാണ്, ഈ പ്രപഞ്ചം സത്യമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അവൻ ഇതിനെ ഗൗരവമായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ലോകം സത്യമെന്ന് വിചാരിച്ച് ഈ ലോകം തന്നെയാണ് സത്യം, ഈ ലോകത്തിനപ്പുറത്ത് മറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ലോകം നശ്വരമാണ് എന്ന് വിചാരിച്ചിട്ട് സ്വാർത്ഥരഹിതമായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് പറയും. ആ സ്വാർത്ഥത പലപ്പോഴും നമ്മുടെ അന്തരംഗത്തെ മറയ്ക്കുക തന്നെയാണ് ചെയ്യുന്നത്. സ്വാർത്ഥത സ്വരൂപത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്നു. നിസ്വാർത്ഥത നമ്മെ പരബ്രഹ്മത്തോട്, ഉള്ളിലുള്ള പരമ്പൊരുളിനോട് അടുപ്പിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ വിവേകിയായ ഒരു മനുഷ്യൻ, വിവേകിയായ ഒരുവൻ സമബുദ്ധിയോടെ ജീവിക്കുക തന്നെ വേണം. വിവേകരഹിതനായിട്ടുള്ളവൻ ഭേദബുദ്ധിയാൽ സ്വാർത്ഥനായി ജീവിതത്തിൽ എല്ലാ സമയവും ദുഃഖത്തിന് അടിമപ്പെടുന്നു. സ്വാർത്ഥത, അതുകൊണ്ടാണ് കുട്ടികൾക്ക് സ്വാർത്ഥതയില്ല. കാരണം അഹം രൂപപ്പെട്ടിട്ടേയില്ല. എപ്പോഴാണോ അഹം രൂപപ്പെടുന്നത്, ആ അഹം പരമ്പൊരുളുമായി ഒന്നാണ് എന്ന് അറിയാതിരിക്കുന്നത്രയും കാലം കുട്ടികളുടെ അഹം രൂപപ്പെടാത്ത കുട്ടികളുടെ നിഷ്കളങ്കതയിലേക്ക് പോലും നാം എത്തുന്നില്ല. അഹം രൂപപ്പെടാത്ത കുട്ടികളുടെ നിഷ്കളങ്കതയിലേക്ക് പോലും നമുക്ക് എത്താനാവാതെ വരുന്നത് ഈ അഹം ഉണ്ടായിക്കഴിഞ്ഞാൽ 2 സുപ്രധാന കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒന്ന്, ഈ അഹത്തിന്റെ ഉദ്ഭവം, അതൊരിക്കലും ആരും തിരിച്ചറിയാറില്ല, അഹം രൂപപ്പെടുന്നത്. പിന്നെ ഈ അഹത്തെ സമൂഹവുമായിട്ട് സംയോജിപ്പിക്കുക, ഇത് രണ്ടും ഗൗരവമേറിയ കാര്യമാണ്. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ പരമപ്രധാനമായത് ഈ അഹത്തെ സമൂഹവുമായിട്ട് സമരസപ്പെടുത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ ഈ അഹത്തെ
ഒന്നിനോടും പൊരുത്തപ്പെടാത്ത ഈ അഹത്തെ സമൂഹവുമായിട്ട് സംയോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള താക്കോല് ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അധ്യാത്മ വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട താക്കോൽ എന്ന് പറയുന്നത് ഈ സമപ്പെടുത്തലാണ്. നമുക്ക് വെളിയിലുള്ള ലോകവുമായിട്ട് യോജിപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ ഒരാളിൽ അഹം ഉണ്ടായി വന്നു കഴിഞ്ഞാൽ ഈ അഹം ഒന്നുകിൽ ഈ അഹത്തെ മറന്നു കളയാൻ കഴിയണം, അത് മിഥ്യയാണ് എന്നറിയണം. ഈ ജീവൻ ഉണ്ടാക്കി കാണിക്കുന്ന ഈ അഹം എന്ന ഭാവത്തെ ഇല്ലാതാകണം. ഞാൻ എന്ന ഭാവം അത് തോന്നായിക വേണം. ഇവിടെ അങ്ങനെ ജീവിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ എന്ന ഭാവത്തെ തോന്നുന്നുണ്ടെങ്കിൽ ഈ പുറം ലോകവുമായിട്ട് അതിനെ സമരസപ്പെടുത്തണം എന്ന് ഹരിനാമകീർത്തനം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. നിസ്വാർത്ഥനായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സ്വാർത്ഥത ആരിലാണോ ഉണ്ടായി വരുന്നത്, അങ്ങനെ ഉണ്ടായി വരുമ്പോൾ ഈ ലോകം സത്യമാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകം സത്യത്തിൽ സത്യമല്ല. പിന്നെ എന്താണ് ഈ ലോകം? ഈ ലോകം മിഥ്യയാണ് എന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ നിന്നും ഭിന്നമല്ല എന്നുള്ള ഒരു അറിവ് കൂടെ അതിലുണ്ട്. ഈ ലോകം സത്യം തന്നെയാണ്, ഈശ്വര സ്വരൂപം തന്നെയാണ്. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം മിഥ്യയല്ല, സത്യമാണെന്ന് പറയാം, യാഥാർത്ഥ്യമാണെന്നുള്ള അർത്ഥത്തിലല്ല. ഈ ലോകം അയഥാർത്ഥമാണ്. പക്ഷെ ഇതിനെ അയഥാർത്ഥമെന്ന് കാണുമ്പോൾ നിങ്ങളുടെ ദൃഷ്ടിയിൽ ഇത് കാണുകയാണ്, ഇതിനെ വ്യക്തമായിട്ട് നമ്മൾ അനുഭവിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഈശ്വരൻ തന്നെയാണ് എന്ന് കാണുക. ഇത് ഈശ്വരന്റെ, ഒരു ഭക്തന്റെ ഒരു വഴിയാണ്. കാണപ്പെടുന്നതിനെ എല്ലാത്തിനെയും ഈശ്വര സ്വരൂപമായിട്ട് കാണുക. എന്നാൽ തത്വവിചാരത്തിൽ ഇതിനെ വിചാരത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. സസൂക്ഷ്മമായിട്ട് ഇതിനെ വിചാരം ചെയ്യേണ്ടതുണ്ട്. ആത്മവിചാരം ചെയ്ത് ഗുണദോഷ വിചിന്തനം ചെയ്ത് സത്യമേത് മിഥ്യ ഏത് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ ലോകം സത്യത്തിന്റെ മറ്റൊരു രൂപമാണ്. ഇതുവരെ ഞാനിത് സത്യമാണെന്ന് കരുതിയത് കൊണ്ട് എനിക്ക് എന്റെ അന്തരംഗത്തെ സത്യമായിട്ട് കാണാൻ കഴിഞ്ഞില്ല എന്ന് ചിലപ്പോൾ തിരിച്ചറിയേണ്ടി വരും. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരു ആത്മരൂപം, അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്യ സുഖത്തിനായി വരണമെന്ന് പറയുന്നു. ഒരുത്തനും അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ, ഞാനെന്നും നീയെന്നും മറ്റുള്ളവനെന്നൊക്കെ ഉള്ള വിചാരങ്ങൾ വരുമ്പോൾ അതിനെപ്പറ്റി ഓർത്തു കഴിഞ്ഞാൽ എല്ലാവരിലും ഒരേ ആത്മാവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ എല്ലാവരിലും ഒരേ ഒരു ആത്മാവ് മാത്രമാണ് ഇരിക്കുന്നത് എന്നതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്യ സുഖത്തിനായി വരണമെന്ന് പറയുന്നത്. അല്ലാതെ അതൊരു ആദർശമൊന്നുമല്ല, ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പ്രസ്താവമാണ്. അങ്ങനെ അങ്ങ് ജീവിച്ചു എന്നുള്ളതല്ല. അതിന് പൂർവ്വത്തിൽ ഗുരു പറയുന്ന, ഉപനിഷത്തിലെ ഋഷിമാര് പറഞ്ഞ വാക്യം തന്നെ ഗുരു പറയുകയാണ്, എല്ലാവരിലും ഈ ഒരേ ഒരു ആത്മചൈതന്യമായതുകൊണ്ട് അത് മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങൾക്കും അങ്ങനെ ആവാം. മൃഗങ്ങളെയും ഒക്കെ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. നമ്മുടെ ആഹാരത്തിന് വേണ്ടിയിട്ട് ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് കാതിൽ 2 വിശുദ്ധ വാക്യങ്ങൾ ഓതിക്കഴിഞ്ഞ് അതിനെ അറുത്ത് കൊല്ലുന്നതിന് യാതൊരു കാരുണ്യവും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരു രീതിയിലല്ല ഭാരതത്തിന്റെ തത്വദർശനം വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും എതിരാകുന്നത് തനിക്കെതിരാകുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്റെ ആത്മസുഖത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, ഓരോ വിചാരവും, ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരിലും തന്റെ ആത്മാവ് തന്നെ കുടികൊള്ളുന്നത് കൊണ്ട് അതിനെതിരാകരുതെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഇവിടെ ശരിയായ ഒരു ആത്മദൃഷ്ടി, ഒരു അന്തർദൃഷ്ടി ഉണർന്നു വരണമെന്ന് ഭഗവാൻ സൂചിപ്പിക്കുകയാണ്. ഭഗവാൻ തന്നെ പറയുകയാണ്, കിം ഭദ്രം കിം അഭദ്രം. എന്താണ് ഭദ്രമായിട്ടുള്ളത്, മംഗളകരമായിട്ടുള്ളത്, എന്താണ് അമംഗളകരമായിട്ടുള്ളത്? ദ്വൈതസ്യ വസ്തുനക്കിയത് വാചോദിതം തദനിർദം മനസാ ധ്യാതമേവച. മംഗളവും മംഗളകരമായിട്ട് അമംഗളകരമായിട്ട് എന്താണ് ഇവിടെ നമുക്ക് ദർശിക്കാനുള്ളത്? ഈ ദ്വൈത പ്രപഞ്ചം വാക്കുകൊണ്ട് പറയപ്പെടുന്നതും മനസ്സുകൊണ്ട് ധ്യാനിക്കപ്പെടുന്നതുമായിട്ടുള്ള എല്ലാം അനിർദമാണ്. അനിത്യമ സുഖം ലോകം. ഭഗവത്ഗീത പറയാണ് ഈ ലോകം അനിത്യമാണ്. ഇവിടെ ഭാഗവതം പറയാണ് ഈ ലോകം അനിർദമാണ്, സത്യമല്ല എന്ന് പറയാണ്. സത്യമല്ല എങ്കിൽ പിന്നെ ഈ ലോകത്ത് എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, സത്യമല്ലാത്ത ഈ ലോകത്ത് ചില ദേവീ ദർശനങ്ങളും ദേവദർശനങ്ങളൊക്കെ ഒരാൾക്ക് ലഭിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അത് സത്യമായിരിക്കുമോ?
നിങ്ങളൊക്കെ പലപ്പോൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ അങ്ങനെ ദൈവങ്ങൾ തുള്ളുന്ന സ്ഥലത്തേക്ക് പോകുന്നവരായിരിക്കാം. ഈ ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിൽ പങ്കെടുക്കുന്നവർ, ഞാൻ ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരിക്കലും പോകാൻ പാടില്ല. ഭഗവാൻ അതിനെ അംഗീകരിക്കുന്നില്ല. ഈ ലോകം തന്നെ അനൃതമാണ്, അസത്യമാണ്. ഇതിനെ നിങ്ങൾ സത്യമായിട്ട് കാണാത്തത് കൊണ്ട്, ഈശ്വര സ്വരൂപമായിട്ട് കാണാത്തത് കൊണ്ടാണ് ഈ അസത്യമായ ലോകം സത്യമെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിനെ സ്വപ്നം പോലെ എന്നൊക്കെ എല്ലാ ശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ട് പോലും ഇവിടെ ഒരാളുടെ ദേഹത്ത് ദൈവങ്ങൾ വന്നിറങ്ങുന്നു എന്നുള്ള ഒന്ന് സംഭവിക്കുമ്പോൾ അയാളെയോ അയാളെ പരിരക്ഷിക്കുന്നവരെയോ പെട്ടെന്ന് ചികിത്സയ്ക്ക് വിധേയമാക്കാതെ നമ്മളത് സത്യമാണെന്ന് കരുതി അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അസത്യമായ ലോകത്തിൽ പിന്നൊരു മനോരോഗത്തെ സത്യമായിട്ട് അംഗീകരിച്ച് കൊണ്ടു നടക്കേണ്ട ഒരവസ്ഥ വരുന്നത് തന്നെയാണ് ഹിന്ദുമതത്തിന്റെ ഏറ്റവും വലിയ പരാജയവും തകർച്ചയ്ക്കും കാരണമായിരിക്കുന്നത്. ഇനി നാളെ ഒരാൾക്ക് പുതിയൊരു ദൈവമായിട്ട് ഇവിടെ അവതരിക്കാൻ പറ്റും. വീടി വലിച്ചിട്ട് കാതിൽ കൂടെ പുകവിട്ടാൽ മതി. പിറ്റേ ദിവസം നമുക്ക് കാണാം ഓം കാതായ നമഃ എന്ന് പറഞ്ഞിട്ട് കാതിന്റെ ഫോട്ടോ എടുത്തു വെച്ച് പുഷ്പാഞ്ജലി നടത്താൻ മടിയില്ലാത്തവരാണ് നമ്മൾ. കാരണം നമ്മൾ അത്രത്തോളം അതിലാണ് നമ്മളുടെ ശ്രദ്ധ. സ്വന്തം അമ്മയോ മകനോ മകളോ കൂടപ്പിറപ്പുകളുടെയോ വേദനയുടെ ഒരു തരി പോലും തന്റെ ആത്മദൃഷ്ടിയോടുകൂടി, അതാണ് ആദ്യം പറഞ്ഞ ആത്മദൃഷ്ടി നിങ്ങൾക്കുണ്ടാവുക. ഈ അധ്യായത്തിന്റെ ചുരുക്കം എന്ന് പറയുന്നത് ആത്മദൃഷ്ടി ഉള്ളവരായി ജീവിക്കുക എന്നാണ്. എല്ലാത്തിനെയും താൻ തന്നെയായിട്ട് കാണാനുള്ള കണ്ണ് വികസിപ്പിച്ചെടുക്കുക. അതിപ്പോ കുറെ നാൾ കഴിയുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ ആ ഒരു കണ്ണുണ്ടാക്കി കൊണ്ടുവരും എന്നുള്ള നിലയിലല്ല, ഹൃദയ വിശാലത ഉണ്ടാക്കി കൊണ്ടുവരിക. വിശ്വത്തെയും കവിഞ്ഞുള്ള ഒരു ഹൃദയത്തെ രൂപപ്പെടുത്താൻ കഴിയുക എന്ന് പറയുന്നത് ഈ വിശ്വത്തെയും ധരിക്കുന്ന ആത്മാവായതുകൊണ്ട് ആത്മാവാണ് ഞാൻ എന്നുള്ള ദൃഷ്ടി ഉണ്ടാകുമ്പോൾ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവൻ ഞാൻ തന്നെ. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്കെതിരാകാൻ പാടില്ല എന്നുള്ള ആത്മദൃഷ്ടി ഉണ്ടായി വരുന്നത്. ദർശനമാലയില് ഗുരു പറയും, ശ്രീനാരായണ ഗുരു ദർശനമാലയിൽ പറയും, ആത്മാന ക്ഷീരവദ്യാദി രൂപാന്തരം അതോ അഖിലം വിവർത്തം ഇന്ദ്രജാലേണ വിദ്യതേ നിർമ്മിതം യഥാ. ആത്മാ ക്ഷീരവത് രൂപാന്തരം നയാതി. ആത്മാവ് പരബ്രഹ്മം പാലുപോലെ പിരിഞ്ഞ് തൈരായി വരുന്നില്ല, രൂപാന്തരം പ്രാപിക്കുന്നില്ല. പാല് ഉറ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ തൈരായി മാറും, പിന്നെ അത് കടഞ്ഞ് വെണ്ണയാക്കാം, മോരാകാം. ഇങ്ങനെ ആത്മാവ് പരബ്രഹ്മൻ രൂപാന്തരം പ്രാപിച്ച് അനുജനായിട്ടും അനുജത്തിയായിട്ടും പട്ടിയായും പൂച്ചയായും ഭർത്താവായും ഭാര്യയായും മരങ്ങളായും ഈ ഭൂമണ്ഡലമായി പരിണമിക്കാറില്ല. അതുകൊണ്ടാണ് ആത്മദൃഷ്ടി. പിന്നെ അത് എന്താണ് എന്ന് പറയൻ, രൂപാന്തരം അധോഖിലം. അങ്ങനെ അതഹ അഖിലം യഥാ ഇന്ദ്രജാലേണ നിർമ്മിതം വിവർത്തം വിദ്യതേ. അതുകൊണ്ട് ഈ പ്രപഞ്ചം ഇന്ദ്രജാലത്താൽ നിർമ്മിക്കപ്പെട്ടതുപോലെ വിവർത്തമായിരിക്കുന്നു, ഇല്ലാതെ ഇരുന്നിട്ട് ഉള്ളതുപോലെ തോന്നുന്നു. ഒരു വലിയ തിര, കൊച്ചുതിര, ആ കൊച്ചുതിര വ്യസനത്തോടുകൂടി വലിയ തിരയോട് പറയാണ്, ഞാനാകട്ടെ ചെറുതാണ്, നീ വലിയതാണ്, നീ ഒന്ന് ഉയർന്നു പൊങ്ങി വന്നു കഴിയുമ്പോൾ ഞാൻ അതിൽ പെട്ട് ഇല്ലാതെയായിപ്പോവും. അപ്പോൾ വലിയ തിര സ്നേഹപൂർവ്വം കൊച്ചു തിരയോട് പറയാണ്, ശരിയാണ് കുഞ്ഞെ, നമ്മൾ രണ്ടുപേരും ആകാരത്തിൽ വലുതും ചെറുതുമുള്ള വ്യത്യാസമുണ്ട്, പക്ഷേ നമ്മളുടെ രണ്ടുപേരുടെയും ഉള്ളിൽ ഒരേ ജലമാണല്ലോ നിറഞ്ഞിരിക്കുന്നത് എന്ന് പറയുകയാണ്. അതുപോലെ ഇവിടെ ഇന്ദ്രജാലേണ ഐന്ദ്രജാലകന്റെ ഇന്ദ്രജാല പ്രകടനം പോലെ മറ്റൊന്നായിട്ട് തോന്നിക്കുന്നതല്ലാതെ അങ്ങനെ രൂപാന്തരം സംഭവിച്ചിട്ടില്ല. സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ട് സ്വീകരിച്ചത് കൊണ്ടാണ് വലിയ മതം മാറ്റമൊക്കെ ഇവിടെ നടന്നിട്ട് പോലും നമുക്കതിലൊന്നും യാതൊരു ആശങ്കയുമില്ല. ഭാരത സംസ്കാരത്തിന്റെ അടിവേർ അറുക്കുന്ന പലതും ഇവിടെ നടന്നിട്ട് പോലും, നടന്നുകൊണ്ടിരുന്നിട്ട് പോലും സുഖമായിട്ട് ജീവിക്കുക, ലുലു മാളിൽ പോലൊന്ന് കറങ്ങുക, തൃശൂർ പൂരത്തിന് വെടിക്കെട്ടിന് സംഭാവന കൊടുക്കുക, ഇങ്ങനെ അനേകം ബാഹ്യ സുഖ ലോലുപതയിൽ മുങ്ങി മയങ്ങി ജീവിക്കുക എന്നുള്ളതിനപ്പുറത്ത് വ്യക്തമായ ഉദ്ദേശശുദ്ധിയോടുകൂടി ഇനിയെങ്കിലും കുട്ടികളിലെങ്കിലും സ്ഥിരവും ഋജുത്വമുള്ളതുമായ ഒരു
ഭാരത സംസ്കാരത്തിന്റെ ഈ അമൂല്യതയെ വേരി പിടിപ്പിക്കാൻ ബോധപൂർവമായ ഒരു പരിശ്രമവും നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നേയില്ല. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഭാഗവതം ഏതധ്യായം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ അദ്വൈത സത്യത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇവർ നമ്മോട് സംവദിച്ചിട്ടുള്ളത്. ഭഗവാന്റെ ഏത് വാക്യത്തിലും ഭക്തിയെക്കുറിച്ച് ഉയർത്തി പറയുമ്പോൾ പോലും ഭഗവാൻ ഈ ജ്ഞാനത്തെ മാറ്റി നിർത്തുന്നില്ല. കാരണം ജ്ഞാനമെന്ന് പറയുന്നത് എന്റെ സ്വരൂപമാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീത പറയുന്നത് തേഷാം ജ്ഞാനി ഏകഭക്തിർ വിശിഷ്യതേ, അവരിൽ ജ്ഞാനിയാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് എന്ന് പറയുന്നത്. അതുകൊണ്ടിവിടെ ഈ ഒരു ആത്മദൃഷ്ടി അത് നമുക്കുണ്ടായിരിക്കുക തന്നെ വേണം. നമ്മൾ ഈ ലോകത്തെ ഈശ്വര സ്വരൂപമായിട്ട് തന്നെ കാണണം, നാം തന്നെ ആയിട്ട് കാണണം. തിരുമന്ദിരം, തമിഴ്നാട്ടിലെ തിരുമന്ദിരം എന്ന ഒരു കൃതിയിൽ മരത്തെ മറൈന്തത് മാമതയാനൈ, മരത്തെ മറൈത്തത് മാമതയാനൈ, മരത്തിൻ മറൈന്തത് മാമതയാനൈ. ഒരു ഗുരു ശിഷ്യനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരു മരം കൊണ്ടുണ്ടാക്കി ആനയെ കാണിച്ചു കൊടുക്കുകയാണ്. മരത്തെ മറൈത്തത് മാമതയാനൈ. അവിടെ ചെന്നപ്പോ ശിഷ്ടൻ, ഓ കൊള്ളാമല്ലോ, വലിയൊരു ആന. ഒരല്പം പെട്ടെന്ന് അകന്ന് നിന്നു. ആനയുടെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ട്. പക്ഷെ പെട്ടെന്ന് കാഴ്ചയിൽ ജീവനുള്ള ഒരു ആനയെ പോലെ വലിയൊരു ആനയെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് മരത്തെ മറൈത്തത് മാമതയാനൈ. ആ ആനയെ കണ്ടപ്പോൾ മരത്തെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ശിഷ്യൻ ഒരല്പം ഭയന്ന് പിന്നോട്ട് മാറി. അപ്പൊ പറഞ്ഞു, കുഞ്ഞെ ഇത് മരം കൊണ്ടുള്ള ആനയാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത് കൊണ്ടുപോയിട്ട് ആ കൊമ്പും അതിന്റെ വയറും വാലും ഒക്കെ ഇങ്ങനെ പിടിച്ച് തൊട്ട് നോക്കി. അപ്പോൾ മരത്തിൻ മറൈന്തത് മാമതയാനെ, മരത്തെ കണ്ടപ്പോൾ ആന എന്നുള്ള ബുദ്ധി ഇല്ലാതായി. ആദ്യം ആനയെ കണ്ടപ്പോൾ അത് മരമാണെന്നുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല. ആന സത്യമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ആ ആനയെന്നുള്ള ബുദ്ധി പോയി, മരമാണ് എന്നുള്ള ബുദ്ധി വന്നു. അപ്പൊ ആനയല്ല, മരമാണ്. ഇതേപോലെ പരത്തെ മറൈത്തത് പാർമുദർ ഭൂതം, പരത്തെ മറത്തത് പരം, പരബ്രഹ്മം. പരബ്രഹ്മത്തെ, സത്യസ്വരൂപനായ ഈശ്വരനെ മറച്ചു കളഞ്ഞത് പാർമുദർ ഭൂതം. പാരെന്താണ്? ഭൂമി. ഭൂമി മുതലായ പഞ്ചഭൂതങ്ങളാണ് പരത്തെ മറച്ചിരിക്കുന്നത്, ഈ പരബ്രഹ്മത്തെ മറച്ചിരിക്കുന്നത്. നിങ്ങൾ ഭൂമിയെ കാണുമ്പോൾ, പഞ്ചഭൂതങ്ങൾ സത്യമാണെന്ന് കാണുമ്പോൾ പരമ്പൊരുളിനെ കാണാനാവുന്നില്ല. പരത്താൽ മറൈന്തത് പാർമുദർ ഭൂതമേ. അതേസമയം നിങ്ങൾ പരമ്പൊരുളിനെ കണ്ടപ്പോൾ മറഞ്ഞു പോയത് എന്താണ്? ഈ പാർമുദൽ ഭൂതങ്ങളെല്ലാം, പഞ്ചഭൂതങ്ങളെല്ലാം പരത്തെ കണ്ട ക്ഷണത്തിൽ ഓടിമറഞ്ഞു. ആദ്യം പഞ്ചഭൂതങ്ങളെ കണ്ടപ്പോൾ പരമ്പൊരുളിനെ കണ്ടില്ല. പരമ്പൊരുളിനെ കണ്ടപ്പോൾ പഞ്ചഭൂതങ്ങൾ അപ്രത്യക്ഷമായി. അതുകൊണ്ട് നിങ്ങൾ പരത്തെ കാണുക, ആ പരമ്പൊരുളിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. ഏത് അമ്പലത്തിന്റെ മുന്നിൽ പോയാലും, ഏത് വിഗ്രഹത്തിന്റെ മുന്നിൽ പോയാലും ഒക്കെ ഗ്രഹിക്കേണ്ടത് ഇത് പരബ്രഹ്മ സ്വരൂപത്തിന്റെ ഒരംശം. അങ്ങനെ കാണാൻ കഴിയുമ്പോൾ സ്വാർത്ഥമായ ചെറിയ ജീവിതത്തിൽ ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കപ്പുറത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാകുന്നില്ല. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടാണ് ജീവിച്ചു പോകുന്നത്. അമ്മ എല്ലാം അറിഞ്ഞു കൊടുക്കും. അമ്മ ഇല്ലാത്ത കുഞ്ഞുങ്ങളോ വായ് കീറിയ ആള് എര കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും എന്നാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ ജീവിച്ചോ മതിയോ? പോരാ. നമുക്ക് ബുദ്ധി ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രയത്നിക്കാൻ ശ്രമിക്കും. ആ പ്രയത്നം കൊണ്ട് നമ്മൾ ജീവിക്കുകയും ചെയ്യും. പ്രയത്നിക്കാതെ ജീവിതത്തിൽ ഒരു കാര്യം മാത്രമേ സംഭവിക്കാറുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രയത്നിച്ചാൽ ഒരിക്കലും ലഭിക്കാത്തൊരു കാര്യം ഉറക്കം. ഒരിക്കൽ പോലും പ്രയത്നിച്ച് വരുത്താൻ പറ്റാത്തൊരു സംഭവം ഉറക്കം മാത്രമാണ്. പ്രയത്നിക്കാതെ അത് വന്നോളും. ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒന്ന് പ്രയത്നിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല.
വേണമെങ്കിൽ ഒരു 2 കപ്പ് പാൽപ്പായസമൊക്കെ കുടിച്ച് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങിയെന്നിരിക്കും, അതിന്റെ ഒരു ലഹരിയിൽ. അതുകൊണ്ട് പ്രയത്നം കൊണ്ട് നമുക്ക് ജീവിക്കാനാവും. പക്ഷെ നമുക്ക് ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് ആത്മദൃഷ്ടിയോടുകൂടി ജീവിക്കുവാനുള്ള ഒരു പ്രയത്നം, അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ, ബോധപൂർവം ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അതിന് ഈ ലോകം, ഈ കാണപ്പെടുന്ന ദ്വൈത പ്രപഞ്ചം നമ്മിൽ നിന്ന്, എന്നിൽ നിന്ന് ഭിന്നമല്ല എന്ന് തിരിച്ചറിയുക തന്നെ വേണം. അപ്പൊ ഇവിടെ ഈശ്വരനല്ലാതെ മറ്റൊന്നും സത്യമല്ല എങ്കിൽ മിഥ്യയായ ശരീരസംബന്ധിയായ സുഖദുഃഖാദികളും മിഥ്യയാണ് എന്ന് അതൊരു യുക്തിയാണ്. ഇവിടെ ഈശ്വരൻ മാത്രമേ സത്യമായിട്ടുള്ളൂ. പിന്നെ അസത്യമായിട്ട് എന്താണുള്ളത്? അസത്യമായിട്ട് കാണുന്നതും അസത്യലോകത്തിലെ, അതാണ് ഇന്ത പൊയ്യാന ഉലകത്തെ നീ മെയ്യെന്ന് നനച്ചുകിട്ടിരിக்கிறേ. ഇന്ത ഉലകമേ പൊയ്, ഇന്ത പൊയ്യ നീ മെയ്യെന്ന് നനച്ചിട്ടിരിക്കുന്നു. ഈ പൊയ്യാണ് ഉലകത്തെ, കള്ളമായ സത്യമല്ലാത്ത ഉലകത്തെ നീ മെയ്, ഉണ്മയെന്ന് നനച്ചിട്ടിരിക്കുന്നു. ഉണ്മയെ നീ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടുമില്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഉലകമേ പൊയ്, ഈ ഉലകം സത്യമല്ല. ഈ സത്യമല്ലാത്ത ഉലകത്തെ സത്യമെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും? നമ്മുടെ ജീവിതാരംഭം മുതൽ ഉത്കൃഷ്ടമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭഗവത്ഗീത, രാമായണം, ഭാഗവതം, മഹാഭാരതം മുതലായ കൃതികളിലൂടെയൊക്കെ ഒരുപക്ഷെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവാം. രാമായണത്തിൽ തന്നെ കഥകളെല്ലാം നമുക്കറിയാം, പക്ഷെ തത്വങ്ങൾ മാത്രം നമുക്ക് മറന്നു പോവുകയാണ്. തത്വബോധം സംഭവിക്കുന്നില്ല. തത്വബോധം സംഭവിക്കുകയാണ് എങ്കിൽ എന്റെ ഉറച്ചതും ശക്തവുമായ അഭിപ്രായം, തത്വബോധത്തോടുകൂടി ഹൈന്ദവ സമൂഹം ജീവിതയാത്ര ചെയ്യുമെങ്കിൽ ഓരോ മഹാക്ഷേത്രങ്ങളിലും അതാത് ക്ഷേത്രഗാത്രം ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളിൽ ആ ക്ഷേത്രത്തോടനുബന്ധിച്ച് കുറച്ച് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള ബിൽഡിങ്ങുകൾ, സൗധങ്ങൾ ഉണ്ടാക്കി ആ ക്ഷേത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ആനക്കൊട്ടിലിന് പകരം കുട്ടിക്കൊട്ടിലുകൾ കെട്ടാൻ പറ്റും. വിദ്യാർത്ഥികൾക്ക് താമസിക്കുവാനുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പറ്റും ആനക്കൊട്ടിലിന് പകരം. കാരണം അത് നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല. നമ്മുടെ ഒരു ആധ്യാത്മശാസ്ത്രത്തിലും ആന പുറത്തെ സഞ്ചരിക്കൂ എന്നുള്ള ഒരു നിർബന്ധം ഒരു ദേവനും ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. ഇനി ആരെങ്കിലും അത് എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അതല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം എന്താണ്? ഈ തത്വബോധമാണ് നമുക്ക് പരമമായിട്ട് വേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇല്ലാതിരിക്കുകയും ഉണ്ടെന്ന് തോന്നുകയും ചെയ്യുന്നത് കാനൽ നീര് പോലെയാണ്. അങ്ങനെയാണ് ഈ പ്രപഞ്ചമെങ്കിൽ ജനനമരണാദികളും സുഖദുഃഖങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ആയിട്ടുള്ള എല്ലാ ദ്വൈതങ്ങളും മിഥ്യയാണ്. അതിനുവേണ്ടി എനർജി, ഒരു പ്രശ്നം ഉണ്ടാകാനോ ആ ഉണ്ടാക്കിയ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എനർജിയെ കളയേണ്ട ആവശ്യമില്ല. ഇത് മിഥ്യയാണ് എന്നറിഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചിടുകയുണ്ടായി, ആ സമയങ്ങളിൽ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വന്നിരുന്ന ഒരു വാർത്ത, അത് നമ്മുടെ അനുഭവമാണ് ഗുരു എന്ന്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അനുഭവമല്ല ഗുരു എന്നുള്ളത്. ആ ഒരു യുക്തി നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് പഠിച്ചില്ല? അപ്പൊ അനുഭവമല്ല ഗുരു. പിന്നെന്താണ്? അനുഭവം അധ്യാപകരാകാത്തിടത്തോളം കാലം, അനുഭവത്തിൽ നിന്നും നാം അറിവിനെ ഉണ്ടാക്കാത്തിടത്തോളം കാലം, അനുഭവത്തിൽ നിന്നും അറിവ് ഉണ്ടാകാത്തിടത്തോളം കാലം അനുഭവം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് അനുഭവമല്ല ഗുരു, മറിച്ച് അറിവാണ് ഗുരു. അനുഭവത്തിൽ നിന്ന് ആ അറിവ് ഗുരുവായി മാറുമ്പോൾ പിന്നെ ആ തെറ്റ് ആവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ അറിവിന്റെ തെളിച്ചത്തിൽ ഈ കാണുന്നതെല്ലാം ദ്വന്ദ്വത്തിൽ മുഴുവൻ മിഥ്യയാണ്, അതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ല എന്ന് എപ്പോഴാണോ ഒരുത്തൻ അറിയുന്നത്, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആ ഒരറിവിന്റെ വെളിച്ചത്തിൽ അയാൾക്ക് ജീവിക്കാനാകും. പക്ഷെ പിന്നെയും അയാൾ ആ തെറ്റിനകത്തേക്കാണ്. ഇത് സത്യമെന്ന് കരുതിയിട്ട് ഇതിന്റെ പുറകെയാണ് പോകുന്നതെങ്കിൽ എന്താണ് ചെയ്യുക? മിഥ്യയാണ്. അങ്ങനെയുള്ള മിഥ്യയുടെ പുറകെയാണ് പിന്നെയും പോകുന്നതെങ്കിൽ അനുഭവത്തിൽ നിന്ന് അവനൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ആയതിനാല് ഇവിടെ ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് ഭഗവാൻ 28-ാം അധ്യായത്തിൽ. അതാണ് ജ്ഞാനലക്ഷണം പറയും. ജ്ഞാനവും എന്തായിരിക്കുന്നു എന്നാണ്. ഈ ഒരു ദൃഷ്ടി, ഈ ഒരു ആത്മവിചാര ദൃഷ്ടി ഉണ്ടാകണം. ദൈവദശകത്തില് ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും,
നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായത്. ഈ പ്രപഞ്ചം മുഴുവൻ, ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാം നീ തന്നെയാണ്. മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചട്ടി, കുടം, കലം എല്ലാം മണ്ണ് തന്നെയാണ്. സ്വർണം കൊണ്ടുണ്ടാക്കിയ എല്ലാ ആഭരണങ്ങളും സ്വർണം തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈശ്വരനല്ലാതെ കർത്താവായും കർമ്മമായും ഭവിച്ചിരിക്കുന്നത് ആത്മാവ് തന്നെ, ഈശ്വരൻ തന്നെ. നിമിത്ത കാരണം, ഉപാദാന കാരണം ഒക്കെ ആത്മാവല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ ദൈവദശകത്തിൽ മറ്റൊരു ശ്ലോകം പറയും, ആഴിയും തിരയും കാറ്റും ആഴവും പോലെ. ഈ നാലും സമുദ്രത്തിന്റെ ഭാഗമാണ്. ആഴി, തിര, കാറ്റ്, ആഴം. ആഴി എന്ന് പറഞ്ഞാൽ സമുദ്രം. ആ സമുദ്രത്തിൽ ഉണ്ടാകുന്നതാണ് കാറ്റ്. ആഴിയും അതിലുണ്ടാകുന്നതാണ് തിര. ആഴി, കാറ്റ്, തിര, സമുദ്രം, അതിന്റെ ആഴം. ആഴിയും തിരയും കാറ്റും ആഴവും ഇത് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. സമുദ്രത്തിന്റെ ഭാഗമാണ്. ആഴമുള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ ആഴിയെന്ന് പറയുന്നത് തന്നെ. അതില് കാറ്റടിക്കുന്നത് കൊണ്ടാണ് തിരയുണ്ടാകുന്നത്. സമുദ്രത്തിൽ മാത്രമാണ് എല്ലാ സമയവും കാറ്റുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അതിന്റെ അനന്തത കൊണ്ടാണ് ആ കാറ്റിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്ന് ഓർക്കുക, അങ്ങനെ അറിയണം എന്ന് പറയുന്നു. ആ ഒരു തത്വത്തെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണമെന്ന് പറയുന്നു. ഇവിടെ ഭഗവാൻ 28-ാം അധ്യായത്തിൽ പറയുന്നതിനോട് സാമ്യമുള്ളൊരു ശ്ലോകമാണ്. അത് എൻ്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്ന് പറയുന്നു. ആഴിക്ക് സമമായാണ്. നമുക്ക് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് കടലിനെ. നമ്മൾ ബ്രഹ്മത്തെ കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ കടലിനെ കണ്ടിട്ടുണ്ട്. കടലിൽ തിരമാലകൾ ഉണ്ടാകുന്നതും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാറ്റടിക്കുമ്പോഴാണ് തിരമാലകൾ ഉണ്ടാകുന്നത്. തിരകൾ തന്നെയാണ് വെള്ളം. വെള്ളമല്ലാതെ തിരയിൽ മറ്റൊന്നുമില്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ തിര വരുമ്പോൾ അകന്നു മാറുന്നു, വലിയ തിര വരുമ്പോൾ ഓടി മാറുന്നു. കടലാണ് വരുന്നതെന്നല്ല നമ്മൾ പറയുന്നത്. ഒരു വലിയ കടൽ വരുന്നെന്ന് ആരും കടപ്പുറത്ത് പോയെന്ന് പറയാറില്ല. അയ്യോ കടൽ വരുന്നതെന്നും പറയില്ല. തിര വരുന്നു എന്നേ പറയത്തില്ല. തിരയിൽ വെള്ളമാണ്. അതുകൊണ്ടും നമ്മൾ അങ്ങനെയും കാണാറില്ല. വെള്ളം വരുന്നു ഓടിക്കോ, പേടിക്കണ്ട ഓടിക്കോ എന്ന് പറഞ്ഞതുപോലെ വെള്ളം വരുന്നു ഓടിക്കോ എന്നല്ല, ദാ തിര വരുന്നു ഓടിക്കോളാൻ നമ്മൾ പറയും. അപ്പം തിരയിൽ നിറഞ്ഞു നിൽക്കുന്നത് വെള്ളമാണ്. ആഴി തന്നെയാണ് തിരയായി നിൽക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മളായി ജീവിക്കുന്ന എല്ലാവരും തിരമാലകൾ പോലെയാണ്. സമുദ്രത്തെ തിരമാലകൾ പോലെയാണ് നമ്മളെല്ലാം. അപ്പൊ എന്താണ്? തിരമാലകൾ സമുദ്രത്തിൽ നിന്നും ഭിന്നമല്ലാത്തതുപോലെ നമ്മളും ഈശ്വരിൽ നിന്നും ഭിന്നമല്ല എന്ന് പറയുകയാണ്. മായയും നിൻമഹിമയും. മായയാണ് തിരമാലകളെ ഉണ്ടാക്കുന്നത്, കാറ്റ്. അപ്പൊ ഞാനെന്ന ബോധം ഉണ്ടാകുന്നത് അറിവില്ലായ്മയാണ്, അജ്ഞത കൊണ്ടാണ്. ഞാൻ തിര വിചാരിക്കുകയാണ് ഞാൻ കടലിൽ നിന്ന് ഭിന്നമാണെന്ന് വിചാരിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുകയാണ് നാം പരമമായിട്ടുള്ള ആത്മസത്തയിൽ നിന്ന് ഭിന്നനാണ് എന്ന്. അതോടുകൂടി ഞാൻ കറുത്തവൻ, ഞാൻ പൊക്കമുള്ളവൻ, ഞാൻ പൊക്കയില്ലാത്തവൻ, ഞാൻ കോങ്കണ്ണൻ, ഞാൻ പല്ല് പോയവൻ, പല്ലുള്ളവൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സുന്ദരൻ, സുന്ദരി, ഞാൻ സൗന്ദര്യം ഉള്ളവനല്ല, ഇല്ലാത്തവനല്ല, ഇങ്ങനെ അനേകം ഭേദങ്ങൾ നമ്മൾ ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ശരീര സംബന്ധമായിട്ട് ശരിയാണ്. പക്ഷെ ആ ശരീരത്തെ കൊണ്ടുപോയി കത്തിച്ചു കളയുന്നുണ്ട്, കുഴിച്ചിടുന്നുണ്ടാവാം. പക്ഷെ അത് ആത്മനിഷ്ഠമല്ല, അത് ആത്മാവിന്റെ സ്വരൂപമല്ല, ആത്മഭാവത്തിലുള്ളതുമല്ലത്. അതുകൊണ്ട് തന്നെ തിര, ഓരോ ജീവനും, ഓരോ വ്യക്തിയും ഓരോ ജീവനാണ്. ആ ഓരോ ജീവനും വിചാരിക്കേണ്ടത് ഞാൻ സമുദ്രത്തിൽ നിന്നും, സമുദ്രമാകുന്ന ആ പരമ്പൊരുളിൽ നിന്നും ഭിന്നമല്ല. തിര സമുദ്രത്തിൽ നിന്നും ഭിന്നമല്ലാത്തതുപോലെ മായയാകുന്ന കാറ്റുകൊണ്ട് തിരമാലകൾ ഉണ്ടെന്ന് തോന്നുന്നത് പോലെ അജ്ഞാനം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും വിചാരരാഹിത്യം കൊണ്ടും ഞാൻ എന്ന ബോധത്തെ ഇങ്ങനെ ഉണ്ടാക്കി നിർത്തുകയാണ്. സത്യത്തിൽ ഞാൻ എന്ന് പറയുന്നത് പരമ്പൊരുള് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകണമെന്ന് ഇവിടെ ഗുരു സൂചിപ്പിക്കുകയാണ്. ഈ ദൃഷ്ടിയിൽ ഈ ഒരു യുക്തി വെച്ച് നോക്കുമ്പോൾ ദൈവമായിരിക്കുന്ന കടലിന്റെ ഭാഗമാണ് തിരയും കാറ്റവും അതിന്റെ ആഴവും എന്നതുപോലെ ആത്മാവ് ഒന്നു മാത്രമേ സത്യമായുള്ളൂ, മറ്റൊന്നും സത്യമായിട്ടുള്ളതല്ല. സത്യമായിട്ടുള്ളതല്ല എന്ന് വ്യവഹാരദശയിൽ പറയുമ്പോഴും
അത് ഈശ്വരൻ തന്നെയാണ് എന്ന് കാണണമെന്ന് പറയുകയാണ്. ഇത് ജീവിതത്തിന് വലിയൊരു അടിത്തറ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തെ നിസ്സാരവൽക്കരിക്കാൻ ഈ ഒരു അറിവ് സഹായിക്കുകയല്ല, ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണാനാണ് ഈ അറിവ് സഹായിക്കുന്നത്. ജീവിതത്തെ ഗൗരവമായിട്ട് കാണാൻ സഹായിക്കുകയാണ്. എന്നെ ഞാൻ സിംഹപ്രഭാവനായ വ്യക്തിയാണ് എന്ന് വിചാരിക്കുമ്പോൾ, അതുകൊണ്ട് നമ്മുടെ ആന്തരിക ഭാവം മാറിയേ പറ്റൂ. ഒരു സന്യാസിയുടെ അടുത്ത് ആശ്രമത്തിലേക്ക് ഒരു പൂച്ച വിഷമത്തോട് ചെല്ലുകയാണ് പരാതി പറയാൻ വേണ്ടി. അപ്പൊ സന്യാസിയുടെ ആശ്രമമല്ലേ, അവിടെ ഒരു സിംഹം സന്യാസിയുടെ അടുത്ത് ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അപ്പോഴാണ് പൂച്ച പരാതി പറയാൻ വരുന്നത്. വന്ന് കണ്ടതും സ്വാമിജിയുടെ അടുത്തായിട്ടൊരു സിംഹം കിടക്കുന്നതാണ്. പൂച്ച ഇന്ന് വിറക്കാൻ തുടങ്ങി പേടിച്ചിട്ട്. അത് ഭയം കൊണ്ട് പരാതി പറയാൻ വന്നതാണ്. പക്ഷെ ഇവിടെ എവിടെയാണോ പരാതി പറയാൻ വന്ന അവിടെ ഒരു സിംഹം കിടക്കുന്നതുകൊണ്ട് പേടിയായി. എന്നിട്ട് പറയണേ, എന്നെ ഒരു വലിയ നായ തുരത്തിക്കൊണ്ട് വരികയാണ്, പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ ഒരു നായയാക്കി മാറ്റണമെന്ന് പറയുകയാണ്. അപ്പൊ കാരുണ്യം കവിഞ്ഞു നിൽക്കുന്ന ഈ സന്യാസി എന്ത് ചെയ്യും? തഥാസ്തു. അങ്ങനെയല്ലേ നമ്മൾ ബാലരമയിലൊക്കെ കണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ശരി അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയാണ്. ഉടനെ ആ പൂച്ചയുടെ ആകാരം മാറി പട്ടിയുടെ രൂപമായി മാറി. എന്നിട്ടും നിന്ന് വിറയ്ക്കുകയാണ്. ഏതാണ്ട് പെട്ടെന്ന് ഹിമാലയത്തിൽ എത്തപ്പെട്ടതുപോലെ വിറയ്ക്കുകയാണ്. പിന്നെയും വിറയ്ക്കുന്നത് എന്തിനാണ്? ശരി, ഇവന് പേടി മാറിയിട്ടില്ലായിരിക്കാം എന്ന് കരുതിയിട്ട് ഒരു കടുവയാക്കി. ശരി, ഒരു കടുവയാകട്ടെ. അപ്പോഴും നിന്ന് വിറയ്ക്കുകയാണ്. അങ്ങനെ ആ രൂപങ്ങൾ ഇങ്ങനെ മാറുന്ന ആനയാക്കിയതിന് ശേഷവും ഈ മൃഗം നിന്ന് വിറയ്ക്കുന്നു. പേടി കൊണ്ട് വിറയ്ക്കുന്നത് കണ്ട് ശരി, അങ്ങനെയെങ്കിൽ മൃഗരാജനായ സിംഹമായി മാറട്ടെ എന്ന് പറഞ്ഞു. സിംഹമാക്കിയതിന് ശേഷവും ഈ മൃഗം, ഈ സിംഹം നിന്ന് വിറയ്ക്കുകയാണ്. പെട്ടെന്നാണ് സന്യാസി ആലോചിച്ചത്, എന്താണ് ഇങ്ങനെ? ഓ, അപ്പൊ മനസ്സിലായി. സൈഡിലേക്ക് നോക്കി, അവിടെ ഒരു യഥാർത്ഥ സിംഹം കിടക്കുകയാണ്. ഈ പൂച്ച എന്ന ബോധമാണ് ഈ സിംഹമായപ്പോഴും അവന്റെ ഉള്ളിലുള്ളത്. അതിന്റെ ബാഹ്യ ആകാരം മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ആ പൂച്ച എന്ന അഹംബോധത്തെ സിംഹബോധമാക്കി പരിവർത്തനപ്പെടുത്തിയിട്ടില്ല. അതാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ജീവൻ എന്ന ബോധത്തോടു കൂടി നിൽക്കുന്നത് കൊണ്ട് അടികളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വിഷമിക്കുന്നു, കരയുന്നു, പിന്തിരിഞ്ഞോടുന്നു, വിലപിക്കുന്നു. ഇനി ജീവിതം മടുത്തു, തൂങ്ങിച്ചത്തേക്കാം എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിള്ളാരെ ഇതിയാനേയും കൊന്നേക്കാം, എനിക്കിനിയും ജീവിക്കാമല്ലോ. അങ്ങനെയുള്ള സ്വാർത്ഥമോഹികളുണ്ട്. ഇവള് പോയാൽ ഇനിയും കെട്ടാം, അല്ലെങ്കിൽ ഇയാള് പോയാൽ ഇനിയും ജീവിക്കാം എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുകയാണ്. പക്ഷെ ഉള്ളിലുള്ള അഹംബോധത്തെ, ആ കൊച്ചു ജീവൻ, ഞാൻ ജീവനാണ് എന്നുള്ള ബോധത്തെ മാറ്റിക്കഴിഞ്ഞാൽ, സിംഹമാണ് എന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ സിംഹത്തെ കണ്ട ഭയപ്പെടേണ്ടതില്ല. അപ്പൊ ആന്തരികമായിട്ട് നമുക്ക് മാറിയേ പറ്റൂ എന്ന് ഇവിടെ ഭഗവാൻ ഉറപ്പിച്ചു പറയും. ഈ അധ്യായം അതാണ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളുടെ അന്തർദൃഷ്ടിയെ മാറ്റുക, നിങ്ങളുടെ ആത്മഭാവത്തിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അത് ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഭാഗവതത്തിൽ ചില അധ്യായങ്ങള് അമ്മ കുഞ്ഞിനെ ഉറക്കുന്ന പാട്ടുകളൊക്കെ വരുന്നുണ്ട്. നീ തന്നെയാണ് ബ്രഹ്മമെന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കുന്ന കുഞ്ഞ് വളർന്നു വലുതായി വരുന്തോറും ആത്മഭാവം അധികമായിട്ട് വരുന്നു. വിവേകാനന്ദ സ്വാമികളുടെ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ ശിവനെക്കുറിച്ച് ധ്യാനിച്ചിട്ട് ശിവസന്തതി ജനിക്കുകയുണ്ടായി. ശിവൻ തന്നെ, വിവേകാനന്ദൻ എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെ ജന്മം കൊടുത്തു. എന്നിട്ട് എന്താണ്? ശിവന്റെ ശക്തിയും തേജസ്സും എല്ലാം ലോകത്തെ പിടിച്ച് കുലുക്കുവാൻ ഉപയോഗിക്കുന്നുണ്ട് ആ വിവേകാനന്ദ സ്വാമികൾ. എന്തുകൊണ്ടാണ്? ആ അമ്മയുടെ ധ്യാനഭാവമാണ്. ആ അമ്മ അത് ധ്യാനിച്ചപ്പോൾ അതുപോലെ ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുവാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞു. ഇന്ന് ഉണ്ടായി വരുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ആരോ ഒരു കുഞ്ഞിനോട് ചോദിച്ചു, വന്ദേ മാതരം എന്താണെന്ന്. ഉടനെ കുഞ്ഞു പറഞ്ഞു, അമ്മയുടെ ഹൂണ്ടായി. അമ്മയുടെ ഹൂണ്ടായി. അമ്മയുടെ ഹൂണ്ടായിയ അമ്മയുടെ ഹൂണ്ടായി കാറ് പിറകോട്ടെടുക്കുമ്പോ കേൾക്കുന്ന ശബ്ദമാണ് വന്ദേ മാതരം. അല്ലാതെ വന്ദേ മാതരം എന്താണെന്ന് കുഞ്ഞിന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ
ഏത് രീതിയിലാണ് അവന്റെ അമ്മയും അച്ഛനും ജീവിച്ചതെന്ന് ആ കുഞ്ഞിന്റെ പെരുമാറ്റം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് നിങ്ങൾ ഭാഗവതത്തിൽ ഗർഭിണിയായിരിക്കുമ്പോൾ ഭാഗവതത്തോടുകൂടി ജീവിക്കുക, നിങ്ങൾ രാമായണത്തോടുകൂടി ജീവിക്കുക. ശരിയാണ് സ്വാമി, ഞാനൊരു 12 ഭാഗവതം കറണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്റെ ചുറ്റും വെച്ച് കിടന്നുറങ്ങാൻ. ഒരെണ്ണം തലേണയായിട്ട് വെച്ചിട്ടുണ്ട് രാമായണം, കാല് വെക്കുന്നത് വേറൊരു ഗ്രന്ഥത്തിലാണ്. അങ്ങനെ മൊത്തം പുസ്തകങ്ങളുടെ നടുക്കാണ് കിടന്നത്. പക്ഷെ എന്നാലും ഇവൻ പറഞ്ഞ അനുസരിക്കത്തില്ല. ഇവന് ഭക്തി എന്ന് പറയണതേ ഇല്ല. ഈ പുസ്തകങ്ങളുടെയൊക്കെ അടുത്ത് കിടന്നുകൊണ്ടൊന്നും ഗർഭത്തിലിരിക്കുന്ന ശിശുവിന് ഭാവവ്യത്യാസം ഉണ്ടാകുന്നില്ല. അമ്മ ധ്യാനിക്കുന്നതിനനുസരിച്ച് മനസ്സ് വികസിക്കുകയാണ്. അമ്മ അത്തരമൊരു മനോഭാവത്തോടു കൂടിയാണ് 10 മാസം ജീവിക്കുന്നതെങ്കിൽ അമ്മയ്ക്ക് ഉറപ്പിച്ചു പറയാം, അവൻ ഷാപ്പിൽ പോയാലും മദ്യവിൽപ്പനശാലയിൽ പോയാലും മയക്കുമരുന്ന് വിൽക്കുന്ന ഇടങ്ങളിൽ താമസിച്ചാലും എന്റെ കുഞ്ഞ് ഒരു തുള്ളി പോലും അതുമായിട്ട് ബന്ധപ്പെടാതെ തിരിച്ചു വരുമെന്ന് ആ അമ്മയ്ക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും. കാരണം എന്റെ മോനാണെന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റും. അച്ഛനും പറയാം അവൻ എന്റെ മോനാണ്. കാരണം അത്രയും സംശുദ്ധിയോടുകൂടിയാണ് ഞങ്ങൾ വളർത്തിയത്. എന്തുകൊണ്ടെന്നാൽ അവനിൽ ആ വീര്യത്തെ, ആ ഭാവത്തെ ഉണർത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു, ജീവിതം കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ അദ്വൈതത്തെ ജീവിക്കാനാവും, ഈ അദ്വൈതത്തോടൊപ്പം നമുക്ക് ജീവിക്കാനാവും, ഈ ഭാവം നമ്മൾ ഉണ്ടാക്കാനാവും. ഈ വലിയ ഭാവത്തോടൊത്ത് നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ അത്ഭുതകരമായ പരിവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഭക്തിയോ ദ്വന്ദ്ങ്ങളോ ക്ഷേത്രവിശ്വാസങ്ങളോ അന്ധവിശ്വാസങ്ങളോ ഒക്കെ താലോലിക്കുന്നതിനും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പകരം അദ്വൈത ബോധത്തോടുകൂടി നിങ്ങൾ ജീവിക്കുക, നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്ന് പറയുകയാണ് ഭാഗവതം. ദേഹം, ഇന്ദ്രിയം, അന്ധക്കരണം, അധ്യാത്മം, അതിഭൂതം, അതിദൈവം എന്നിങ്ങനെ 3 വിധത്തിൽ ഉള്ള പ്രതീതി വെളിയിൽ നമുക്ക് സംഭവിക്കുന്നുണ്ട് എന്ന് പറയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അവിദ്യയാൽ അത്തരത്തിലുള്ള പ്രതീതികൾ സംഭവിക്കുന്നുണ്ട്. അജ്ഞാനത്താൽ ഇത്തരം പ്രതീതിക്ക് തോന്നലുകളിന് കാരണമായിട്ടുള്ളത് അവിദ്യയാണ്. അവിദ്യ കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടാണ് ഇത്തരം പ്രതീതികൾ ഉണ്ടാകുന്നത്. ഏത് തരത്തിലുള്ള പ്രതീതികൾ? ദേഹവും ഇന്ദ്രിയവും അന്ധകരണം, ഈ ആത്മാവിൽ നിന്ന് വിട്ട് ഭിന്നമായിട്ട് ഇതെല്ലാം ഉണ്ട് എന്നുള്ള തോന്നല്. അധ്യാത്മവും അതിഭൂതവും അതിദൈവവുമായിട്ട് ആദിഭൗതിക, ആധ്യാത്മികം, ആദിദൈവികം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഈ ത്രിഗുണാത്മികമായ പ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിക്കുന്നത് അവിദ്യ കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. ദർശനമാലയിൽ ഗുരു പറയുന്നുണ്ട്, യഥാ ആത്മവിദ്യാ സങ്കോചസ് തഥാ അവിദ്യാ ഭയങ്കരം. എവിടെയാണോ ആത്മവിദ്യക്ക് സങ്കോചം സംഭവിക്കുന്നത് തഥാ അവിദ്യാ ഭയങ്കരം, അവിടെ അപ്പോൾ അവിദ്യ ഭയങ്കരമായി നാമരൂപാത്മന അധ്യർത്ഥം വിഭാതീഹ പിശാചവത്. വിഭാതി പ്രകാശിക്കുന്നു, നാമരൂപാത്മന നാമരൂപങ്ങളോടുകൂടി വിഭാതി പ്രകാശിക്കുന്നു. എങ്ങനെ പ്രകാശിക്കുന്നു? പിശാചവത്, പിശാചിനെ പോലെ. സന്ധ്യക്ക് പണ്ട് കാലങ്ങളിലൊക്കെ വെളിയിലിറങ്ങുമ്പോൾ ഒരുപക്ഷെ വെളിച്ചമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരക്കഷ്ണത്തെയൊക്കെ കണ്ടിട്ട് മരക്കുറ്റിയെ കണ്ട് പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ച് നിലവിളിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം സത്യമാണ് എന്ന് കരുതിയിട്ട് ഇതിൽ പെട്ട് അങ്ങ് നരകിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് അധപ്പതിച്ചു പോകുന്നത് അവിദ്യ കൊണ്ടാണ്. വിദ്യയാകുന്ന വെളിച്ചം നീ കൊണ്ടു നടക്കൂ എന്ന് പറയാണ്. അപ്പൊ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ശ്ലോകം തന്നെ ഈ അധ്യായത്തിൽ വരുന്നത് പ്രത്യക്ഷേണ അനുമാനേന നിഗമേന ആത്മസംഹിത ആദ്യന്തവത് അസജ്ഞാത്വ നിസംഗോ വിചരേതിഹ. പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും ശബ്ദം കൊണ്ടും വേദപ്രമാണം അല്ലെങ്കിൽ സ്വരൂപജ്ഞാനം കൊണ്ടും ഈ ദൃശ്യപ്രപഞ്ചം മിഥ്യയാണ് എന്ന് അറിഞ്ഞിട്ട് ലൗകിക സുഖത്തിൽ ആസക്തിയില്ലാതെ ലോകത്തിൽ ജീവിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ വ്രതമായിരിക്കണം. ഭാഗവതത്തിലെ 28-ാം അധ്യായത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കയ്യിൽ കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. രാത്രികാലങ്ങൾ ടോർച്ച് കൊണ്ടു നടക്കുന്ന പോലെയും ഇപ്പൊ അതല്ല, ഇപ്പൊ രാത്രിയും പകലും ഒക്കെ ടോർച്ച് ആവശ്യമില്ല, ഈ സാധനം മതി. അപ്പൊ ഒരു നേതാവ് ലക്ഷം പിന്നാലെ എന്നും പറഞ്ഞ് ഒരു നേതാവ് പോകുന്നുണ്ട്. അപ്പം വലിയ മുദ്രാവാക്യം വിളിയും കേൾക്കുന്നുണ്ട്. ലക്ഷങ്ങൾ പോയിട്ട് ഒരാൾ പോലും പിന്നിലില്ലാത്തതുകൊണ്ട് ഈ മുദ്രാവാക്യം മുഴുവൻ ഇതിനകത്തെടുത്ത് ഇട്ട് പോക്കറ്റ് ഇട്ടുണ്ട്. അത് കേട്ടോണ്ടാണ് പോണത്. ഞങ്ങളുടെ നേതാവ് വരുന്നു, ലക്ഷം പിന്നാലെ. അപ്പൊ ഇതുണ്ടെങ്കിൽ എല്ലായിടത്തും നമുക്ക് ഉപകരിക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഇത്
കൊണ്ടു നടന്നാൽ മാത്രം മതി നമുക്ക്. വെളിച്ചം ഇത് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്ന പോലെയാണ്. നമുക്ക് ഏറ്റവും കയ്യിൽ കരുതേണ്ട ഒരു വിളക്ക് എന്ന് പറയുന്നത് ഈ ശ്ലോകമാണ്. പ്രത്യക്ഷേണ അനുമാനേന എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ ശ്ലോകം എന്ന് പറയുന്നത്, ഇത് ഈ ലോകത്തിൽ ചരിക്കേണ്ടത്, ജീവിക്കേണ്ടത് ഈ ലോകം മിഥ്യയാണ് എന്നറിഞ്ഞിട്ട്, ആദ്യന്തവത്, ആദ്യം മുതൽ അവസാനം വരെ അസത്താണ് എന്ന് ജ്ഞാത്വ അറിഞ്ഞിട്ട് നിസ്സംഗനായി ഇവിടെ ജീവിക്കുക, നിസ്സംഗനായി ജീവിക്കുക. അതുകൊണ്ട് ഭാര്യ പിണങ്ങിയാലും ഭർത്താവ് പിണങ്ങിയാലും ഒരു പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ മക്കൾ പിടിച്ച് അഡ്മിറ്റ് ആയിക്കോളൂ ഹോസ്പിറ്റലിൽ. കാരണം ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ക്ലാസ് കേട്ടിട്ട് വന്നതിന് ശേഷം രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് രോഗമല്ലാതെ ജീവിതമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവൻ അഡ്മിറ്റ് ആക്കത്തില്ല, നമ്മുടെ കൂടെ അവനും ജീവിക്കും. ഇവിടെ പറയുന്നത് ഈ നിസ്സംഗത എന്ന് പറയുന്നത് ജീവിതമാണ്, ജീവിക്കലാണ്. നിസ്സംഗമായിട്ട് സംഘമില്ലാതെ ജീവിക്കാൻ എന്ന് വെച്ചിട്ട് കോപവും താപവും വെറുപ്പും വിദ്വേഷമൊന്നും വേണ്ടാന്നൊന്നുമല്ല. അതൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അത് അതിന്റെ വഴിക്ക് അപ്പപ്പോ ഉപേക്ഷിക്കുകയും വേണം. അതുപോലെ ഇങ്ങനെ ഒരു നിസ്സംഗനായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്ന് പറയാം. ഇത് ഗൃഹസ്ഥനായിട്ടുള്ളവൻ ഏറ്റവും അത്യാവശ്യം ധരിക്കേണ്ട ഒന്നാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും, ഇത് കേട്ടിട്ട് പോലും, ഇത് എത്ര ആവർത്തി നിങ്ങൾ ഈ വേദിയിൽ തന്നെ കേട്ടിട്ടുണ്ടാവണം. പക്ഷെ എങ്കിലും ജീവിതത്തിലെ ചില പ്രതിസന്ധികളിൽ ആ ഒരു ദൃഷ്ടി അവിടെ ഉണരാതെ അടഞ്ഞു പോകുന്നതാണ് ഇവിടെ മറ്റൊരു ചിന്താവിഷയം, വിചാരത്തിന്റെ കുറവ്. നമ്മൾ എപ്പോഴും അതിനെ വിചാരം ചെയ്തുകൊണ്ടിരിക്കണം. അന്തർദൃഷ്ടി അണഞ്ഞു പോകാതിരിക്കാൻ ആത്മദൃഷ്ടിയെ എപ്പോഴും ഇങ്ങനെ ഉണർത്തി കൊണ്ടുവരണം. ഇത് മിഥ്യയാണ്. ഇതിന്റെ പിറകെ പോയി വ്യക്തി ജീവൻ എന്ന നിലയിൽ ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, പണക്കാരനായിരിക്കാം, ഹൂണ്ടായി കാർ 5 ഉള്ളവനായിരിക്കാം, എന്തായാലും അവൻ വ്യക്തിയാണ്. അവന്റെ ജീവിതാവസാനത്തിൽ അവൻ ഏകനാകും. ജീവിതത്തിന്റെ തിരിച്ചടിയുടെ നിസ്വതയിൽ അവൻ ഒരുപക്ഷെ വിഷമിക്കുന്നുണ്ടാവാം. അവിടെ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ അടുത്തിരുന്ന് ശുശ്രൂഷിച്ചാൽ തന്നെയും വേദനയിലൂടെ അവനാണ് കടന്നു പോകേണ്ടത്. അതുകൊണ്ട് അവന്റെ വേദനയിൽ, ആ വേദനയ്ക്കപ്പുറത്ത് അവന്റെ ആത്മപ്രകാശത്തിൽ അവന് ജീവിത സായാഹ്നത്തിൽ ശരീരത്തെ ഉപേക്ഷിക്കാൻ കഴിയുന്ന വലിയ മനോബലം അവൻ ആർജിക്കണമെങ്കിൽ ഇത് കൈമുതലായ ഹൃദയത്തിൽ സൂക്ഷിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിത സായാഹ്നത്തിൽ നമ്മളെ ചവിട്ടി തള്ളി ഒരു മൂലയിലേക്കാക്കും. അമ്മ വരണ്ട, ഈ തിക്കിൽ തിരക്കിലേക്ക് അമ്മ എന്തിനാ വരുന്നത്? എടാ മോനെ, ഞാനും കൂടെ വരാം, എനിക്ക് ഇപ്പൊ സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത് അമ്മയ്ക്ക് കാണാൻ പറ്റുന്ന പടമൊന്നുമല്ല. ഇവനും ഭാര്യയും മക്കളും കൂടെ പോകുന്നുണ്ടാവും. അച്ഛനോട് അതൊക്കെ തന്നെയാണ് പറഞ്ഞത്. അച്ഛൻ ഇവിടെ ഇരുന്നാൽ മതി, അച്ഛൻ അങ്ങോട്ടൊന്നും വരണ്ട. കാരണം അച്ഛനെ കാണാനൊന്നും കൊള്ളത്തില്ല, മുഖമൊക്കെ ചുളിഞ്ഞു, താടിയൊക്കെ തൂങ്ങി, ഈ രൂപത്തിനെ കൊണ്ടുപോയിട്ട് അച്ഛനാന്ന് എങ്ങനെയാ പറയണത്? അതുകൊണ്ട് നമുക്ക് വെറുപ്പാണ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തോട്ട് ഹൃദയം കൊണ്ട് ഇവരെയൊക്കെ കാണാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടായി വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ ബാഹ്യ ഇതിലല്ല, ജീവിതത്തിന്റെ ചില അവസ്ഥകളിൽപ്പെട്ട് നമ്മൾ വിഷമിക്കുമ്പോൾ അവിടെയൊക്കെ ഒരുപക്ഷെ മക്കളാൽ, സ്വന്തം ജനങ്ങളാലൊക്കെ അവഗണിക്കപ്പെടുമ്പോഴും ആത്മവെളിച്ചത്തിൽ സംതൃപ്തരായിരിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് മക്കൾ ഉണ്ടാവാം, നിങ്ങൾ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാം, നല്ല ജോലി വാങ്ങിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏറ്റവും വലിയൊരു ജോലി സമ്പാദിച്ചിരിക്കണം, ആത്മജ്ഞാനം. അതിന്റെ ബാലൻസ് കൊണ്ട് ജീവിത സായാഹ്നത്തിൽ സുഖമായിട്ടിരിക്കാം. മക്കളും മക്കളുടെ ബാങ്ക് ബാലൻസും കൊണ്ട് ഒരിക്കലും സമാധാനം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ആത്മജ്ഞാനം എന്ന വെളിച്ചം കയ്യിൽ കരുതി കഴിഞ്ഞാൽ ജീവിത സായാഹ്നത്തിൽ സംതൃപ്തരായിട്ട് ജീവിക്കാം. എന്താണ്? ഉള്ളിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മക്കളൊക്കെ ഉപേക്ഷിച്ച് എവിടെയെങ്കിലും കടന്നാൽ പോലും ഉള്ളിൽ നിന്നും പലിശ എടുത്തുകൊണ്ടേയിരിക്കാം, സമാധാനമാണ്. അപ്പം ഈ പുഞ്ചിരി നമുക്ക് ചിരിക്കാം. മക്കൾ അവഗണിച്ചാലും മരുമക്കൾ അവഗണിച്ചാലും പുഞ്ചിരിക്കും. അപ്പൊ അവർ അഡ്മിറ്റ് ആക്കത്തൊന്നുമില്ല. ആ പുഞ്ചിരിയുടെ രഹസ്യം ചോദിച്ച് മനസ്സിലാക്കും അവര്. കാരണം നമ്മുടെ ഉപനിഷത്തില് 2 ഭാര്യമാരുണ്ടായിരുന്ന ഒരു ഋഷി ഉണ്ടായിരുന്നു, യാജ്ഞവൽക്യൻ, ഇല്ലേ? അതിലൊരു ഭാര്യ, യാജ്ഞവൽക്യൻ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് പിന്നെ പോകുന്ന സമയത്ത് ഒരു ഭാര്യ ചോദിക്കുന്നുണ്ട്, ഈ സ്വത്തൊക്കെ വീതം വെച്ച് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ പറയണേ, എനിക്കിതൊന്നും ആവശ്യമില്ല,
അങ്ങയെ ഞാൻ എപ്പോഴും കണ്ടിരിക്കുന്നത് അങ്ങയുടെ മുഖം ശാന്തഗംഭീരമായിട്ടിരിക്കുന്നതാണ്. അങ്ങയുടെ മുഖം ഇത്ര ശാന്തഗംഭീരമായിരിക്കുന്നതിന് സഹായിച്ച വിദ്യ എന്തോ അതെനിക്ക് തരാൻ. ഏതെങ്കിലും ഒരു ഭാര്യ ചോദിക്കുവോ? ഒരിക്കലും ചോദിക്കില്ല. ഒരിക്കലും ചോദിക്കില്ല. നമുക്ക് ഉറപ്പായിട്ടറിയാം അങ്ങ് ഇത്രയും അതിന് ഇയാള് കെട്ടിക്കൊണ്ടുവന്ന അന്ന് മുതൽ ഇയാളുടെ സംതൃപ്തി ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഭാര്യയ്ക്ക് അങ്ങനെ പറയാൻ കഴിയുക? അതുണ്ടാവില്ല. അത്തരം സംസ്കാരം രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ ഭർത്താവിനെ ശരിക്കും സത്യത്തിലേക്ക് ആനയിക്കേണ്ടത് ഭാര്യയാണ്. കാരണം ഭാര്യയുടെ ധാർമ്മികമായ പിന്തുണ കൊണ്ട് അതാണ് അത്രയും പൂരകമായിട്ട്, അത്രയും യോജിച്ച്, അത്രയും ധാർമ്മികതയിൽ പിരിയാതെ നിൽക്കേണ്ട ഒരു കുടുംബ ജീവിതത്തിൽ നിന്നാണ് ഈ ലോകം മുഴുവൻ ഇങ്ങനെ ഉണ്ടായി വരുന്നത്. അപ്പൊ അതുകൊണ്ടൊരു സന്യാസിയേക്കാൾ ഉപരി ഗൃഹസ്ഥാശ്രമങ്ങളായിരിക്കുന്നവർ ഇതിന്റെ താക്കോൽ ഉറപ്പായിട്ടും കൊണ്ടു നടക്കാൻ വേണ്ടി തന്നെയായിരിക്കാം ഈ 28-ാം അധ്യായത്തിൽ ഈ ഒരു ശ്ലോകത്തെ കൊണ്ടുവന്ന് മനോഹരമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആസക്തിയില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുകയെന്ന്, സംസക്തി ഇല്ലാതെ, അറ്റാച്ച്മെന്റ് ഇല്ലാതെ അങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഇത് പറയേണ്ട ആവശ്യമില്ല. ഈശാവാസ്യ ഉപനിഷത്തിന്റെ പരിഭാഷയിൽ ഗുരു പറയുന്നുണ്ട്. ഈശാവാസ്യ ഉപനിഷത്തിൽ വരുന്ന ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്കമുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. നീ മുക്തനായി ഈ ലോകത്തിൽ ചരിക്കുക. എന്തുകൊണ്ടാണ് ചരിക്കേണ്ടത്? എന്തുകൊണ്ടാണ് നീ അങ്ങനെ ജീവിക്കേണ്ടത്? ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട്, ഈശാവാസ്യമിതം സർവം, ഈ ലോകം മുഴുവൻ ഈശ്വരനാണ് എന്നതുകൊണ്ട് നീ മുക്തനായി ചരിക്കുക, നിസ്സംഗനായി നീ ജീവിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയണം? ആശിക്കരുത് ആരുടെയും ധനം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ് അസംഗനായിരിക്കുക. ഇതല്ലാതില്ലൊന്നും നരന് ചെയ്തിടാൻ. ഒരു മനുഷ്യന് അങ്ങനെ സാധിച്ചില്ല എങ്കിൽ അവൻ എന്ത് ചെയ്യണം? അന്ത്യം വരെയും കർമ്മം ചെയ്തിങ് അസംഗനായിരിക്കുക. ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. ഒരാൾ ഒന്നെങ്കിൽ ഇതെല്ലാം ഈശ്വരനാണെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിതാരംഭം മുതൽ ജീവിത അവസാനം വരെ മുക്തനായിട്ട് ജീവിക്കുക. മക്കൾക്ക് വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുന്നുണ്ട്, അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. അറിയില്ല അവസാനം ഏത് തരത്തിൽ അകപ്പെടുമെന്ന്. മഹാത്മാക്കൾ പോലും ജീവിതത്തിൽ ശാരീരിക പ്രാരാബ്ധത്തിൽപ്പെട്ട് ഞെരുങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്കൊക്കെ എന്താ വെച്ചിരിക്കണമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഡിപ്പോസിറ്റ് ഉണ്ടാക്കി എടുത്തേ പറ്റൂ. ഒന്നെങ്കിൽ നിസ്സംഗനായി ആത്മജ്ഞാനിയായി ജീവിക്കുക, അതല്ലെങ്കിൽ അസംഗനായിട്ട് സംഘമില്ലാതെ നീ കർമ്മം ചെയ്യുക. ജീവിതത്തിൽ ഉടനീളം സേവനം, അത് ഈശ്വര പൂജയായിട്ട് ചെയ്തുകൊണ്ട് നീ ജീവിക്കുക. അപ്പൊ ലോകം മുഴുവൻ മിഥ്യയാണ്, ആത്മാവാണ് സത്യം എന്നറിയുമ്പോൾ ഈ ആസക്തി പതിയെ പതിയെ കുറഞ്ഞു കുറഞ്ഞ് വരും. ഇന്ദ്രിയ ആസക്തി ഇല്ലാതെ ജീവിക്കാൻ കഴിയും. ഒരു ശ്ലോകമുണ്ട്, അസാരേ ഖലു സംസാരേ സുഖഭ്രാന്തി ശരീരിണ ലാലാപാനമിവാങ്കുഷ്ടോ ബാലാനാം ക്ഷീരവിഭ്രമഃ. ലാലാപാനമിവാങ്കുഷ്ടേ, അങ്കുഷ്ടം ഈ വിരല് വായിൽ വെച്ചുകൊണ്ട് കുട്ടികൾ ഉറങ്ങുന്നത് കാണാറുണ്ട്. അപ്പൊ ഈ വിരലിൽ നിന്നും പാല് വരുന്നു എന്ന് വിചാരിച്ച് ആമോദത്തോടെ വായിൽ വെച്ച് കൊണ്ട് കൊച്ചുകുട്ടികൾ സുഖമായി ഉറങ്ങുന്നത് പോലെ അജ്ഞാനിയായ സാധാരണക്കാരൻ എന്താ ചെയ്യുന്നത്? അസാരേ ഖലു സംസാരേ സുഖഭ്രാന്തി ശരീരിണ, ഈ ശരീരങ്ങളിൽ ആസക്തി ജനിച്ചിട്ട് സുഖം ഇതിൽ നിന്നാണ് വരുന്നതെന്ന് കരുതിയിട്ട് ഈ നശ്വരമായ സംസാരത്തിൽ ശരീരത്തിന്റെ പുറകെ പാഞ്ഞുകൊണ്ടേയിരിക്കും. ശരീര ആസക്തികളുടെ പുറകെ ഒരിക്കലും തർപ്പണം ചെയ്യാൻ പറ്റാത്ത ഈ ശാരീരിക ആസക്തിയുടെ പിറകെ പോയി കുഞ്ഞുങ്ങൾ വായിൽ വിരല് വെച്ച് സുഖമായിട്ട് ഉറങ്ങുന്നത് പോലെ ഈ സുഖകരമായ ശാരീരിക സുഖത്തിൽ ഇങ്ങനെ സുഖിച്ചു കഴിയാണ്. പട്ടി ഈ ഉണങ്ങിയ എല്ലും തുണ്ട് കടിച്ച് മുറിച്ചതുപോലെയാണ്. ഒരു നായ വീട്ടിൽ നിന്ന് വയസ്സായപ്പോ തുരത്തി തെരുവിലായി, പിന്നെ വീട്ടിൽ കയറ്റില്ല. അങ്ങനെയാണ് കഠിന ഹൃദയരായ മനുഷ്യരുടെ ഏർപ്പാട്. കുറെ കഴിയുമ്പോൾ അതിനെ വെളിയിൽ തള്ളും. അങ്ങനെ അത് വെളിയിൽ ഭക്ഷണം കിട്ടാതെ അലഞ്ഞപ്പം കുറെ വർഷങ്ങളായി കിടക്കുന്ന ഒരു എലുമ്പിൻ തുണ്ട് കിട്ടി, ഒരു എല്ലും കഷ്ണം കിട്ടി. അതെടുത്ത് കടിച്ചിട്ട് അപ്പൊ മറ്റു നായ്ക്കളെല്ലാം കൂടിയിട്ട് പറഞ്ഞു അത് ഉണങ്ങിയ എല്ലും തുണ്ടാണ്, അത് കടിച്ചു കഴിഞ്ഞൊന്നും മുറിയില്ല. പക്ഷെ അത് വേഗം കടിച്ചപ്പോൾ അതിന്റെ പല്ലൊരെണ്ണം ഉടഞ്ഞിട്ട് അതിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പൊ നായ്ക്ക് ഭയങ്കര രുചിയായി, ആർത്തിയോടുകൂടി കടിക്കാൻ തുടങ്ങി. അപ്പൊ മറ്റു നായ്ക്കൾ പറയും, എടാ മഠയൻ നായെ, അത് നിന്റെ വായ മുറിഞ്ഞിട്ട് വരുന്നതാണ്, അതല്ലാതെ അത് എല്ലും തുണ്ടിൽ നിന്ന് വരുന്നതല്ല ആ രക്തം. അപ്പൊ
അപ്പോൾ ആ നായ പറഞ്ഞു, എന്നെ കളിപ്പിക്കണ്ട, അങ്ങനെയാണെങ്കിൽ ഞാൻ കടിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് വന്നില്ല? ഞാൻ കടിച്ചപ്പോഴാണല്ലോ ഇത് വരുന്നത്. അതാണ്, വിഷയസംബന്ധം കൊണ്ട് മാത്രമേ സുഖമുണ്ടാവുകയുള്ളൂ. പക്ഷെ വിഷയസംബന്ധം കൊണ്ടുണ്ടായാലും തന്റെ ഉള്ളിൽ നിന്നാണ് ആ സുഖം ഉണ്ടായി വരുന്നതെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സുഖഭ്രാന്തി ശരീരിണ. ഭ്രാന്തരായിട്ട് ഈ ശരീരാദികളിൽ സുഖത്തെ അന്വേഷിച്ച് അതാണ് സുഖമെന്ന് കരുതിക്കൊണ്ട് ബാലാനാം ക്ഷീരവിഭ്രമഃ, കുട്ടികൾ ക്ഷീരം വരുന്നു എന്ന് കരുതിയിട്ട് ഈ വിരല് വായിൽ വെച്ച് കൊണ്ട് നടക്കുന്നത് പോലെ നമ്മൾ ഈ ശരീരത്തിന്റെ നശ്വരതയെക്കുറിച്ച് അറിയാതെ സുഖം തേടി തേടി അലയുകയാണ് എന്ന് പറയുകയാണ്. അപ്പൊ അത്തരമൊരു അജ്ഞാനം കൊണ്ടുണ്ടാകുന്ന ഒരു പോരായ്മയെ ജ്ഞാനം കൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഉദ്ധവര് ചോദിക്കുകയാണ്, ആത്മാവിന് ഭഗവാനെ സംസാരമില്ല, ദേഹം ജഡമാകയാലേ ദേഹത്തിന് സംസാരമില്ല, പിന്നെ സംസാരം ആർക്കാണ്? എന്നാൽ ഞാൻ സുഖിക്കുന്നു ദുഃഖിക്കുന്നു എന്ന അനുഭവം എല്ലാവർക്കും ഉള്ളതായി കാണപ്പെടുന്നുണ്ട്. ശരിയാണ്, സംസാരമില്ല. സംസാരം ശരീരത്തിനാണ്, പിന്നെ ആത്മാവിനാണ്. അവിടെ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, ആരാണോ ഇവിടെ തെറ്റിദ്ധരിക്കുന്നത്, ആ തെറ്റിദ്ധരിക്കുന്നതിന് കാരണമായ അജ്ഞാനം കൊണ്ടാണ് സംസാരമുള്ളതായിട്ട് തോന്നുന്നത്. യാവത് ദേഹേന്ദ്രിയ പ്രാണൈരാത്മനഃ സന്നികർഷം, ആരാണോ ദേഹേന്ദ്രിയ പ്രാണങ്ങൾ കൊണ്ട് ആത്മാവില് ആ ഒരു ബുദ്ധി ആരോപിക്കുന്നത്, അങ്ങനെയുള്ളവൻ ദേഹേന്ദ്രിയ പ്രാണങ്ങളോട് അറിവില്ലായ്മ നിമിത്തം ചേർച്ച സന്നികർഷമുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ് എന്ന് വിചാരിക്കുകയാണ്. ഭഗവത്ഗീതയിൽ പറയുന്നു, പ്രകൃതേ ക്രിയമാണാനി ഗുണൈകർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമതി മന്യതേ എന്ന് പറയുകയാണ്. പ്രകൃതിയില് ഗുണൈകർമാണി സർവശഃ, പ്രകൃതി ഗുണം അതിന്റെ വിഷയങ്ങളായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളത് നീ അറിയാതെ അഹങ്കാര വിമൂഢാത്മ, ഞാനാണ് സമ്പാദിച്ചത്, എന്റെ മോനാണ്. ഒരു പയ്യൻ അവിടെ ആശ്രമത്തിൽ വന്ന് അവന്റെ മോനെയും കൊണ്ട്, മൂത്ത മോന് 4 വയസ്സായി. അപ്പൊ വളരെ അഭിമാനത്തോടുകൂടി എന്റെ അടുത്ത് കൊണ്ടുവന്നു. 2 മക്കളുണ്ട്, അവന് ഇളയ കുട്ടിയുണ്ട്, അതിനെ മടിയിൽ ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവൻ ദൈവദശകം ചൊല്ലുവെന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു, കൊള്ളാലോ. ഞാനപ്പോ ബെഞ്ചിലിരിക്കണേ, ഞാനപ്പോ അവനെ പൊക്കിയെടുത്ത് ഡെസ്കിൽ വെച്ചു. അപ്പൊ അവന്റെ അച്ഛൻ പറഞ്ഞു, മോനെ സ്വാമിയെ ദൈവദശം ചൊല്ലി കേൾപ്പിക്കൂ, പൊടപട്ടി. മോനെ സ്വാമിയെ ദൈവദശം ചൊല്ലി കേൾപ്പിക്കൂ, പൊടപട്ടി. ഒരു സങ്കോചവും ഇല്ലാതെ അവൻ പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാല് നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് അവൻ ചൊല്ലുമായിരിക്കും. പക്ഷെ അവന്റെ സംസ്കാരം അവനെ നയിച്ചിട്ടുണ്ട്, കുഞ്ഞിന്റെ സംസ്കാരം. കാരണം വീട്ടില് അവൻ ഏറെ നേരം കേൾക്കുന്നതും കാണുന്നതും പരസ്പരം വിളിക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ദൈവദശം ചൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വായിൽ നിന്ന് അറിയാതെ വരുന്ന അത് തന്നെയാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ്, നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ സംസ്കാരമായിരിക്കാം നമ്മള് ദേഹേന്ദ്രിയ സന്നികർഷം കൊണ്ട് വന്ന് ഭവിക്കുന്നത്. അത് മാറണമെങ്കിൽ അത് പ്രകൃതി പുരുഷ സംയോഗം കൊണ്ട് ഉണ്ടായിപ്പോകുന്നതാണ്. പക്ഷെ തത്വവിത്തായിട്ടുള്ളവൻ അഹങ്കാര വിമൂഢാത്മാവ് അഹങ്കാരം കൊണ്ട് ഇങ്ങനെ വിചാരിക്കാം, കർത്താഹം ഇതി മന്യതേ, ഞാനാണ് ചെയ്യുന്നത്. മോനെ നീ അങ്ങനെ പറയാൻ പറയപ്പോ ഒരു അടി കൊടുത്ത് തിരിച്ചച്ഛനിട്ട് എന്ന് പറഞ്ഞാല് ഞാനാണിതെല്ലാം എന്ന് പറയുമ്പോ മുസ്ലിങ്ങളുടെ താമസ സ്ഥലത്തേക്കോ ക്രിസ്ത്യാനികളുടെ താമസ സ്ഥലത്തേക്കോ ഹിന്ദുക്കളുടെ താമസ സ്ഥലത്തേക്കോ വെള്ളം കയറാതിരുന്നൊന്നുമില്ല. ചെന്നൈയിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അള്ളാഹു ഇങ്ങോട്ട് വെള്ളം വിടണ്ടെന്നൊന്നും കരുതിയൊന്നുമില്ല. എല്ലായിടത്തും ഒരു ഭേദവും ഇല്ലാതെ കയറിപ്പോയി. അപ്പൊ പ്രകൃതി അടിക്കുമ്പം ഒരേപോലെ അടിക്കും. അവിടെ ഭാഗവതം ചൊല്ലുന്ന ആളാണ് അല്ലെങ്കിൽ ശിവസ്വരൂപാൻസ്വാമിയാന്നൊന്നുമില്ല. അവിടെ ദേഹേന്ദ്രിയങ്ങൾ മാത്രമേ ഉള്ളൂ. ആത്മാവിനൊന്നും സംഭവിക്കാത്തത് കൊണ്ട് അവിടെ ഒന്നും അറിയുന്നില്ല. ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ ആത്മാവാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. ഇത്രയും വലിയ ഉദാഹരണം ഇനി എന്ത് പറയാനാണ്? എത്ര ശക്തമായിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ പ്രകൃതിയുടെ കാര്യമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ അതിന്റെ വിഷയങ്ങൾ പ്രവർത്തിക്കുന്നു എന്നറിയാത്ത മൂഢൻ ഞാൻ കർത്താവാണ്, ഞാനാണ് ഇവന്റെ അച്ഛൻ. ചിലപ്പോ അവൻ പറയും താനല്ലെന്ന് പറഞ്ഞാലോ അവന് പ്രൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ എങ്കിലും പറയും ഇയാളാണ് എന്റെ അച്ഛൻ എന്ന് ചോദിച്ച അങ്ങനെ ചോദിക്കുന്ന ഒരു കാലമാണ് ഇപ്പോഴത്തെ കാലം. അമ്മയും അച്ഛനും സ്വന്തമല്ല എന്ന് പറയുന്നവരുണ്ട്, അമ്മയല്ല എന്ന് പറയുന്നുണ്ട്. അമ്മയാണ് എങ്കിൽ പറയണ്ട. ചില മന്ത്രിമാരൊക്കെ ചിലതൊക്കെ ചെയ്യുന്നുണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണത്. എന്നാ പറയാതിരിക്കാവ അതുമില്ല എന്ന് പറഞ്ഞ പോലുള്ള കുഴപ്പങ്ങളാണ് ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അത് എന്ന് പറഞ്ഞതുപോലെയാണ് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ. ആ ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ
അതിനുവേണ്ടി നമ്മുടെ അഹത്തെ ഉപയോഗിക്കാം. പക്ഷെ ശരിയായ വീക്ഷണത്തിൽ, ശരിയായ ജീവിതത്തിൽ ഈ ഉത്തരവാദിത്വങ്ങളെല്ലാം തന്നെ മിഥ്യയാണ്. അതിനകത്തുള്ള ഈ ജീവന്റെ അഹംഭാവത്തിന് വിലയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ജീവിച്ചേ പറ്റൂ എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അത് നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതാണ്. സ്വപ്നത്തിലൊക്കെ സ്വപ്നം കാണുന്നവൻ അതിന്റെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഉണരുമ്പോൾ അതെല്ലാം മിഥ്യയാണെന്ന് അറിയുന്നത് പോലെ അജ്ഞതയാൽ ഈ ലോകം സത്യമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ജ്ഞാനമുണ്ടാകുമ്പോൾ അത് തെറ്റാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആത്മോപദേശത്തിൽ ഗുരു പറയും, തനുവിൽ അമർന്ന ശരീരി തന്റെ സത്താ തനുവിൽ അതെന്റേത് ഇതെന്റേത് എന്ന് തനിതയൊഴിഞ്ഞു ധരിച്ചിടുന്നു. തനുവിൽ അമർന്ന ശരീരി, ശരീരം, ഈ ശരീരബുദ്ധിയോടുകൂടിയ ശരീരി തന്റെ സത്താ തനുവിൽ, തന്റെ ആത്മാവിൽ, സത്തയാകുന്ന തനുവിൽ അതെന്റേത് ഇതെന്റേത് എന്ന് സർവം തനിതയൊഴിഞ്ഞ് ധരിച്ചിടുന്നു. ജഡബുദ്ധി, ജഡത്വം, ശരീരത്വത്തെ ഒഴിച്ച് ധരിച്ചിടുന്നു. സാക്ഷാൽ എല്ലാവരും അനുഭവശാലികളാണ്. ആരും വിചാരിക്കുന്നില്ല, ആവർത്തിച്ച് വിചാരം ചെയ്യുന്നില്ല എന്ന് ഗുരു പറയുകയാണ്. നമ്മൾ പലപ്പോഴും എന്റെ നെഞ്ചിന് വല്ലാത്ത വേദന, അപ്പോഴും സ്വാഭാവികമായിട്ടും ഞാനല്ല ഈ ശരീരമെന്ന് അറിയാതെയാണെങ്കിലും നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ സ്വാഭാവികമായി പോലും ഈ ഒരു ബുദ്ധി ഉണ്ടായിട്ട് പോലും, സാക്ഷാൽ അനുഭവശാലികളായിട്ട് പോലും നാം ഓർക്കാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയാണ്. ഓർക്കാതെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, നിഴലിനെ പേടിക്കുന്നത് പോലെ. പേടിച്ചെവിടെ പോയാലും നിഴല് കൂടെ ഉണ്ടായിരിക്കുന്നത് പോലെയാണ് നമ്മൾ ഈ മിഥ്യാലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മോക്ഷം, മുക്തി, ജ്ഞാനം എന്ന് പറയുന്നത് അഹങ്കാരരഹിതന്റെ കൈമുതലാണ്. അഹങ്കാരം എവിടെയാണോ അപ്രത്യക്ഷമാകുന്നത്, പോകുന്നത്, അവിടെ മുക്തി അവന് ലഭിക്കുകയാണ്. സംസാരവും അങ്ങനെ തന്നെയാണ്. ഈ മനസ്സ്, ഈ ജീവൻ തന്നെയാണ് ബന്ധനത്തിനും അതുപോലെ തന്നെ മുക്തിക്കും കാരണമാകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കണമെന്ന് ഇവിടെ ഈ അധ്യായത്തിൽ പറയുന്നു. ചുരുക്കത്തിൽ ഇതിന്റെ എസൻസ് എന്ന് പറയുന്നത് നമ്മൾ നിസ്സംഗരായിട്ട് ജീവിക്കുക. ഈ ലോകം മിഥ്യയാണെന്ന് അറിഞ്ഞതുകൊണ്ട്. ഞാൻ ആദ്യം 1-2 പോയിന്റുകളൊക്കെ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഗൃഹസ്ഥനായിരിക്കുമ്പോഴും സന്യാസിയായിരിക്കുമ്പോഴും ബ്രഹ്മചാരി ആയിരിക്കുമ്പോഴും സാധകനായിരിക്കുമ്പോഴും ഒക്കെ നാം ശരിയായി ധരിക്കേണ്ടത്, നമ്മുടെ ഗൃഹസ്ഥ ആശ്രമം, നമ്മുടെ ലോക ജീവിതത്തിൽ നാം ഈ തത്വബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ നാം തയ്യാറാകണമെന്ന് പറയുക. തത്വബോധമില്ലാതെ, തത്വജ്ഞാനമില്ലാതെ ഉള്ള ജീവിതം ഈ മിഥ്യാലോകത്തെ സത്യമെന്ന് തെറ്റിദ്ധരിച്ച് അതിന്റെ പുറകെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അത് അവസാനിപ്പിക്കാനേ പറ്റില്ല. ആസക്തി എന്ന് പറയുന്ന അതാണ്. ഒരാള് കടപ്പുറത്ത് തലേവര വായിക്കാൻ അറിയാവുന്ന ഒരാൾ കടപ്പുറത്തോടെ നടക്കുകയാണ്. അയാൾക്ക് തലേവര വായിക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ കടപ്പുറത്തൊരു തലയോട്ട് കിടക്കണം. അയാളെ എടുത്ത് വായിച്ചു നോക്കി. കിഞ്ചിത് ദോഷം ഭവിഷ്യതി, സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത്. കുറച്ചുകൂടെ ദോഷമുണ്ട് എന്ന്. മരിച്ചു പോയി തലയോട്ടി മാത്രമായിട്ട് കടപ്പുറത്ത് കിടക്കുമ്പോൾ ഇനിയും ദോഷമോ, എന്നാ ഒന്ന് കാണണമല്ല എന്ന് വിചാരിച്ച് ഇത് കൊണ്ടുപോയി പൊതിഞ്ഞ് വീടിന്റെ പുറകിൽ ഒരു മാവിന്റെ പൊത്തിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ച് ഡെയിലി കാലത്തും വൈകിട്ടും ഒക്കെ ചെന്ന് നോക്കും അതിന് എന്തെങ്കിലും സംഭവിച്ചെന്ന്. ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഇതൊക്കെ വെറുതെയാണെന്ന്. ഡെയിലി കാലത്തും വൈകിട്ടും പോണത് കൊണ്ട് ഭാര്യയ്ക്കൊരു ആശങ്ക, ഇതെന്താണ് ഇങ്ങനെ. അവരൊരു ദിവസം ഇയാളില്ലാത്ത സമയത്ത് ചെന്ന് നോക്കി, അപ്പൊ ഒരു തലയോട്ടി. ആഹാ, അവള് ചത്തിട്ട് അവളുടെ തലയോട്ടി കൊണ്ട് വെച്ചിട്ട് പ്രേമിക്കണല്ലേ. അതാണ് ഭാര്യയുടെ ചിന്ത. ഭാര്യ എന്ത് ചെയ്തെന്നറിയോ? അതെടുത്ത് രാഗി പൊടിച്ച് കടലിൽ കളഞ്ഞു. അപ്പൊ അയാൾക്ക് മനസ്സിലായി കിഞ്ചിത് ദോഷം ഭവിഷ്യതി. പിന്നെയും വിട്ടിട്ടില്ല പ്രാരാബ്ധം. തലയോട്ടി ആയതിനു ശേഷവും പിന്നെ പൊടിയായി പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ലോകം ഇതിങ്ങനെ ഭസ്മമായി പോകേണ്ട. തലയോട്ടി ആയതിനു ശേഷവും ചിലപ്പോൾ വീണ്ടും ഉടയ്ക്കും. അത് അതിന്റെ ഭാഗമാണ്. അത് ഉണ്ടായതാണ്, നശിക്കുക തന്നെ ചെയ്യും. ഉണ്ടാകാത്തതും നശിക്കാത്തതുമായിട്ടുള്ളതാണ് ഞാൻ. മാം പരം ഭാവം, എന്റെ ശരിയായ ഭാവമെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഭാഗവതത്തിന്റെ എല്ലാ അധ്യായവും ഉയർത്തിപ്പിടിക്കുന്നത്. ഭാഗവതത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തത്വവിചാര സത്രം. ഈ സത്രത്തിന്റെ തന്നെ പ്രത്യേകത അതാണ്. ഇവിടെ മാത്രമേ ഇത്രയും സമൃദ്ധമായിട്ട് ഈ തത്വത്തെ വിശകലനം ചെയ്യുന്നുള്ളൂ. കല്ലുപണിക്കാരും ഭാഗവത സത്രം നടത്തുന്ന സ്ഥലങ്ങളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ഈ മണ്ണ് മാഫിയകളെ പോലെയാണ് ഭാഗവത സപ്താഹ മാഫിയകൾ ലോകത്തിറങ്ങിയിരിക്കുന്നത്. അധികാരികളായിട്ടുള്ളവരെന്നല്ല, അല്ലാത്തവരൊക്കെ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ആചാരങ്ങളിൽ പൊലിമ കാണിക്കുന്നു. പക്ഷെ അവിടെ തത്വപ്രവചനം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രോതാക്കളായിരിക്കുന്നവര് ഒരു കാര്യം, ഇതിന്റെ അവസാനമാകാൻ പോവുകയാണ്, സമയമായി കഴിഞ്ഞു. ഇവിടെ ശ്രോതാക്കളായിരിക്കുന്നവരത് വിചാരിക്കേണ്ടത് അങ്ങനെയാണ്. ജീവിതത്തിൽ മുഴുവൻ അത്തരമൊരു മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം, ശ്രമിക്കണം. നമ്മുടെ സനാതന ധർമ്മ സംസ്കാരത്തിന്റെ ലോപം സംഭവിക്കുമ്പോൾ ഓരോരുത്തരും അത് ജീവിക്കുന്നവരായി മാറിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അത്തരത്തിലുള്ള ഒരു മനസ്സും ഹൃദയവും സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും ഇടവരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും സന്യാസി വര്യന്മാരുടെ പാതാരവിന്ദങ്ങളിലും എൻ്റെ പ്രണാമം.